സുന്നി യുവജന സംഘം എന്ന SYS അതും പ്രധാനപ്പെട്ടതാണ്. വിദ്യാർത്ഥി യുവജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന SKSSF അതിലേറെ പ്രധാനപ്പെട്ടതാണ്. കുട്ടികളുടെ കഴിവുകളെ പരിപോഷിപ്പിക്കുകയും അവരുടെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന സുന്നി ബാലവേദി എന്ന ഒരു സംവിധാനവും നമുക്കുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അഖിലേന്ത്യാ തലത്തിലേക്ക് പ്രവർത്തനം വ്യാപിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായി ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ മുന്നോട്ട് പോവുകയാണ്. നേരത്തെ അഖിലേന്ത്യാ തലത്തിൽ ഉണ്ട്, പക്ഷെ അത് കേരളവുമായി ചേർന്നുകൊണ്ടായിരുന്നു. എന്നാൽ അതിനൊക്കെ വലിയ വലിയ സംവിധാനങ്ങൾ ഒരുക്കി ഒന്നും കൂടി വലുതായി ചിന്തിക്കുക എന്നുള്ള നിലയിലേക്ക് ബഹുമാനപ്പെട്ട സമസ്ത പദ്ധതികൾ ആസൂത്രണം ചെയ്തത് കഴിഞ്ഞ ദിവസങ്ങളിൽ പത്രങ്ങളിൽ നമ്മൾ വായിച്ചിട്ടുണ്ട്. ഇന്ന് അത് പത്രത്തിൽ പ്രത്യേകം നൽകിയിട്ടുണ്ട്. ഇന്നത് നൽകാൻ കാരണം നാളെ വെള്ളിയാഴ്ച സമസ്തയുടെ കൈത്താങ് പദ്ധതി എന്ന ഒരു പദ്ധതി എല്ലാ വർഷവും ഒരു വെള്ളിയാഴ്ചകളിൽ പള്ളിയിൽ അതിനെക്കുറിച്ച് ആളുകളോട് പറയുകയും അതിലേക്ക് എന്തെങ്കിലുമൊക്കെ സംഭാവന വാങ്ങുകയും ചെയ്യാറുണ്ട്. അത് നാളെയാണ്. അതുകൊണ്ടാണ് അഖിലേന്ത്യാ തലത്തിലുള്ള സമസ്തയുടെ പദ്ധതികളെ ഇന്ന് പത്രങ്ങളിൽ പ്രാധാന്യത്തോടുകൂടെ കൊടുക്കാനുണ്ടായ കാരണം. ഇതിൻ്റെ എല്ലാം കീഴിൽ മഹല്ലത്തുകളിൽ ഇതുപോലുള്ള പരിപാടികൾ എല്ലാം വളരെ വിപുലമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ സാഹചര്യത്തിൽ ഇങ്ങനെ ഉത്ബോധന പ്രവർത്തനങ്ങൾ നടത്താൻ ചില പ്രത്യേക കാരണങ്ങളുണ്ട്. 2 ആഴ്ച മുമ്പ്, 10 ദിവസങ്ങൾക്ക് മുമ്പ് ഇതുപോലെ ഒരു രാത്രിയിൽ താനൂർ നിയോജക മണ്ഡലത്തിലെ ഒരു പ്രദേശത്ത് രക്ഷിതാക്കളുടെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ ഞാൻ പോയി. പെണ്ണുങ്ങളാരോ വർത്താനം പറയുന്നുണ്ട്. കുട്ടികൾ പറഞ്ഞാൽ കുഴപ്പമില്ല, വലിയവർ പറയാൻ പാടില്ല. കുട്ടികൾക്ക് ചെറിയ സ്വാതന്ത്ര്യങ്ങളൊക്കെ ഉണ്ട്, അത് വലിയവർക്ക് ഒരിക്കലും ഇല്ല. അതുകൊണ്ട് ഇങ്ങോട്ട് ശ്രദ്ധിച്ചിരിക്കൽ നിർബന്ധമാണ്, സുന്നത്തല്ല, നിർബന്ധമാണ്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഞാൻ അങ്ങോട്ട് നോക്കണില്ല എന്ന്. പക്ഷെ സംഗതി ഞാൻ നോക്കുന്നുണ്ട്, നിങ്ങളെന്താ അവിടെ കാട്ടണതെന്നൊക്കെ. അതിപ്പോൾ ഇങ്ങനെ നോക്കിയാലും കാണും എന്താ ഇപ്പം നിങ്ങൾ കാട്ടണതെന്ന്. അതുകൊണ്ട് ഇങ്ങോട്ട് ശ്രദ്ധിച്ചിരിക്കണം, അത് നിർബന്ധമാണ്. ഇപ്പോൾ ശ്രദ്ധിക്കുന്നുണ്ട്, ഇനി കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാതാവും. അപ്പോൾ ഞാൻ ഒന്നുകൂടിയും പറഞ്ഞുകൊണ്ട് അങ്ങനെയാണ്. അപ്പോൾ താനൂരിൽ ഒരു പരിപാടിയിൽ പോയി പടുത്ത് രക്ഷിതാക്കളുടെ ഒരു മീറ്റിംഗാണ്. അതിൽ താനൂർ DYSP മൂസ സാഹിബ് എന്ന് പറയുന്ന ആൾ അതിൽ പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹം ആ മഹല്ലിൽ താമസക്കാരനാണ്, ഓലപ്പീടിക എന്ന് പറയുന്ന മഹല്ലിൽ. അദ്ദേഹം പ്രസംഗിച്ചപ്പോൾ 2 കാര്യങ്ങൾ പറഞ്ഞു. പ്രധാനമായിട്ട് കുറേ കാര്യം പറഞ്ഞു, 2 എനിക്ക് വല്ലാതെ മനസ്സ് പിടിച്ചു. ഒന്നാമത്തെ കാര്യം അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ പോലീസുകാരെ 2ാം കട പൗരന്മാരായി കാണരുത്, 1ാം തരക്കാരായിട്ട് കാണണം. ആൾക്കാർക്ക് പോലീസ് എന്ന് പറഞ്ഞാൽ ഒരു വിലയില്ല, അങ്ങനെ ഒരിക്കലും ആകരുത്. ഞങ്ങളൊരു നിയമം ഉണ്ടാക്കണില്ല, നിങ്ങൾ തിരഞ്ഞെടുത്ത ആളുകൾ ഉണ്ടാക്കിയ നിയമങ്ങളെ നടപ്പിൽ വരുത്തുക മാത്രമേ ഞങ്ങൾ ചെയ്യുന്നുള്ളൂ എന്ന് പറഞ്ഞു ഒരു കാര്യം. ഇത് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് എനിക്കും തോന്നി. ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തുള്ള ജനങ്ങളും ഒരു നിയമം വന്നാൽ ഈ നിയമത്തെ എങ്ങനെ അംഗീകരിക്കാം എന്ന് ശ്രമിക്കുമ്പോൾ ഇന്ത്യക്കാരുടെ മാത്രം പ്രത്യേകത, ഒരു നിയമം വന്നാൽ ആ നിയമത്തെ എങ്ങനെ ലംഘിക്കാം എന്ന് നോക്കുമെന്നതാണ്. അത് ഗവൺമെൻറ് നിയമം മാത്രമല്ല, പള്ളി കമ്മിറ്റിയുടെ തീരുമാനങ്ങൾ വരെ എങ്ങനെ ലംഘിക്കാം എന്നാണ് നമ്മൾ നോക്കുക. ഗവൺമെൻറ്റിന് മാത്രമല്ല, അത് ഏതായാലും അങ്ങനെ തന്നെയാണ്. എന്നാൽ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഒരു നിയമം വന്നാൽ ഈ നിയമം എങ്ങനെ പാലിക്കാം എന്ന് ശ്രമിക്കും. മുമ്പ് നമ്മളെ നാട്ടിൽ റേഷൻ പീടിയിൽ മണ്ണെണ്ണ കരിഞ്ചന്തക്ക് വിൽക്കുമായിരുന്നു. അപ്പോൾ അത് മറികടക്കാൻ വേണ്ടി ഗവൺമെൻറ് മണ്ണെണ്ണക്ക് നീല കളർ കൊണ്ടുവന്നു.
റേഷൻ പീടിയിലെ മണ്ണെണ്ണക്ക് നീല കളറാണ്. ആ മണ്ണെണ്ണ ഇറക്കാൻ വേണ്ടി വരുന്ന ടാങ്കർ ലോറിയുടെ ഡ്രൈവർ എടുത്ത് അതിൽ ഒറ്റിക്കാൻ ഒരു മരുന്നുണ്ടാവും, അത് ഒറ്റിച്ചാൽ നീല കളർ പോകും. ഒരു നിയമം വന്നാൽ ലോകത്തെ എല്ലായിടത്തുള്ള മനുഷ്യന്മാരും ആ നിയമം എങ്ങനെ പാലിക്കാം എന്ന് നോക്കുമെങ്കിൽ ഇന്ത്യക്കാർ നമുക്കതെങ്ങനെ ലംഘിക്കാം എന്ന് നോക്കും. ലോകത്തെ ഏറ്റവും നല്ല മനുഷ്യന്മാർ മദീനക്കാരാണെന്നാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ലോകത്തെ ഏറ്റവും നല്ല സ്വഭാവമുള്ള ആൾക്കാർ ഒമാനികളാണ് അത്രേ. മദീനക്കാരെ കഴിഞ്ഞാൽ പിന്നെ ലോകത്തെ ഏറ്റവും നല്ല സ്വഭാവമുള്ള ആൾക്കാർ ഒമാനികളാണ് എന്നാണ് പറഞ്ഞത്. ഒമാൻകാർ. ഒമാനിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരാൾ റോഡ് മുറിച്ചടക്കാൻ വേണ്ടി നിൽക്കുകയാണെങ്കിൽ വണ്ടി കൊണ്ട് വരുന്ന ആൾ എത്ര സ്പീഡിലാണെങ്കിലും വണ്ടി ചവിട്ടി നിർത്തിയിട്ട് കൈകൊണ്ട് ഇങ്ങനെ കാട്ടും, പൊയ്ക്കോളി അറിയും. അങ്ങനെ നമ്മൾ അക്കരമക്ക് പോയതിൻ്റെ ശേഷം വണ്ടി എടുത്തു പോവുള്ളൂ. ഒരാൾ അങ്ങനെ നിർത്താതെ പോകുന്നുണ്ടെങ്കിൽ അയാൾ മലയാളിക്കാരെന്നാണ്. ഒമാനി അങ്ങനെ ചെയ്യൂല എന്നാണ്. അപ്പോൾ അതാണ് നമ്മളൊരു സ്വഭാവം. ഒരു നിയമം ഉണ്ടെങ്കിൽ അതിനെ എങ്ങനെ ലംഘിക്കാം എന്നതാണ് നമ്മുടെ നോട്ടം. ബാക്കി ലോകത്തെ എല്ലാ മനുഷ്യന്മാരും നിയമം എങ്ങനെ പാലിക്കാം എന്ന് നോക്കുന്നവരാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളായ ആളുകൾ നിയമത്തെ കൃത്യമായി പാലിക്കണം. നമ്മൾ വണ്ടിയേറ്റ് പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ പുക ടെസ്റ്റ് ചെയ്ത പേപ്പർ ഉണ്ടാവണം, അതിൻ്റെ ഇൻഷുറിൻ്റെ കടലാസ് ഉണ്ടായിരിക്കണം, അതിൻ്റെ ടാക്സ് അടച്ചിരിക്കണം, എന്നിട്ട് ഓടണം. ഓട്ടുന്ന ആൾക്ക് ലൈസൻസ് ഉണ്ടായിരിക്കണം. നിയമത്തെ നമ്മൾ പാലിക്കുകയാണ് വേണ്ടത്. നിയമം ലംഘിച്ചിട്ട് അത് പേറിയ ഒരു 100 ഉറുപ്പ്യ കൊടുത്താൽ പോരെ എന്ന് പറയലല്ല. ആ 100 ഉറുപ്പ്യ കൊടുക്കരുത്, അതാണ് അഭിമാനം. അങ്ങനെ ഒരു 100 ഉറുപ്പ്യ കൊടുക്കാനുള്ള വക ഉണ്ടാകരുത് എന്നുള്ളതാണ് അഭിമാനം എന്ന് പറയുന്നത്. അപ്പോൾ അത് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമായിരുന്നു. രണ്ടാമത് അദ്ദേഹം പറഞ്ഞത് 17.5 ലക്ഷം കോടി രൂപ ചെലവഴിച്ചു. 17.5 ലക്ഷം കോടി ഇന്ത്യൻ രൂപ ചെലവഴിച്ചിട്ട് ഖത്തറിൽ വേൾഡ് കപ്പ് നടന്നു. 17.5 ലക്ഷം റുപ്യല്ല, 17.5 ലക്ഷം കോടി ഇന്ത്യൻ രൂപ എന്ന് പറഞ്ഞാൽ നമുക്ക് ആലോചിക്കാൻ പോലും പറ്റൂല ആ എമൗണ്ട്. അത്രയും പൈസ ചെലവാക്കിയിട്ട് ഖത്തറിൽ വേൾഡ് കപ്പ് നടന്നിട്ട് ഖത്തറിൽ ആകെ രജിസ്റ്റർ ചെയ്ത കേസ് ഒരെണ്ണാണ്. ഒരു കേസ് വിദേശത്തു നിന്ന് വന്ന ഒരു പെണ്ണിൻ്റെ പേരിൽ ഒരു കേസ് എടുത്തു, അത് മാത്രമാണ്. താനൂർ നിയോജക മണ്ഡലത്തിൽ രജിസ്റ്റർ ചെയ്തത് 2 കേസാണ്. ഖത്തറിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അറസ്റ്റ് ചെയ്ത സ്ത്രീയെ അപ്പം തന്നെ ജാമ്യത്ത് വിട്ടു. താനൂരിൽ രജിസ്റ്റർ ചെയ്ത 2 കേസിൽ അകപ്പെട്ട 2 ആളുകൾ റിമാൻഡിലാണ്, അതായത് ജയിലിലാണ്. വിടാൻ പറ്റിയ കേസല്ല എന്നർത്ഥം, മറ്റേത് വിടാൻ പറ്റിയ കേസായിരുന്നു. ഇതാണ് നമ്മളൊരവസ്ഥ എന്ന് പറഞ്ഞത് എന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷെ നമ്മളിതിൻ്റെ കണക്കുകൾ ഇങ്ങനെ അവതരിപ്പിച്ചിട്ട് കാര്യമില്ലല്ലോ. പരിഹാരം എന്താണ് എന്നതിനെക്കുറിച്ചാണ് ആലോചിക്കേണ്ടത്. എന്താണ് പരിഹാരം? വെള്ളിയാഴ്ച ജുമയ്ക്ക് വന്നാൽ കുട്ടികൾ തട്ടിൻ്റെ മേലെ കയറിയിരുന്ന് വർത്താനം പറയുകയാണെന്ന് നമുക്ക് എല്ലാവർക്കും അഭിപ്രായമുണ്ട്. എന്നാൽ ആ കുട്ടികളൊക്കെ വാപ്പുള്ളവർ തന്നെയാണ്. സ്വാലിഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ഒട്ടകം മാത്രമേ പാറൻ്റെ ഉള്ളിൽ നിന്ന് വന്നിട്ടുള്ളൂ, ബാക്കിയൊക്കെ ഉമ്മ വെറ്റതാണ്, ബാപ്പണ്ടേനും, അല്ലാത്തതില്ല. ജുമ്മ കഴിഞ്ഞിട്ട് പോകുമ്പോൾ പീടി കയറിയിട്ട് എന്താ ഇപ്പം ഈ ചെറുക്കന്മാരൊക്കെ ഒരു മട്ടം, വെള്ളിയാഴ്ച വന്നുകാണ്ട് പള്ളിൻ്റെ മേലെ കയറിയിരുന്നുകാണ്ട് ഒരു വർത്തനം പറയുകയാണല്ലോ എന്ന് പറയണ ആ വാപ്പ ഉച്ചക്ക് ചോറ് കഴിക്കാൻ പെരേക്ക് ചെല്ലുമ്പോൾ ഓൻ്റെ മകനെ കാണുമ്പോൾ ഒന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ വിഷയം എന്നോ തീരും. അതിന് തയ്യാറില്ല, അങ്ങാടിയിൽ നിന്ന് അഭിപ്രായം പറയാൻ മാത്രമേ തയ്യാറുള്ളൂ. ഇതാണ് സംഗതി. പൂച്ചക്കൂടി മനസ്സിലായി ഞാൻ എന്തോ കാര്യമായിട്ടൊരു വിഷയം പറയുന്നുണ്ട് എന്നുള്ളത്. എന്നിട്ടും നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ പിന്നെ എന്താ കാട്ടുക? ഈ പള്ളിൻ്റെ മേലെ കയറി ഇരുന്നിട്ട് വർത്താനം പറയുന്ന കുട്ടികൾക്ക് മൊത്തത്തിൽ വാപ്പാരുണ്ട്. മിക്കവാറും നാട്ടിൽ തന്നെ ഉണ്ടാവും, വിദേശത്തൊന്നുമല്ല. ഓൽക്ക് ആ ഉച്ചക്ക് കുട്ടി ചോറ് കഴിക്കാൻ വരുമ്പോൾ അതൊക്കെ ഞാൻ പറയുമ്പോൾ ചെറുപ്പക്കാരെ പറ്റി എനിക്ക് നല്ല അഭിപ്രായമായിട്ടുള്ളത്, മോശപ്പെട്ട അഭിപ്രായക്കാരനല്ല ഞാൻ. യുവാക്കളെക്കുറിച്ച് വളരെ നല്ല അഭിപ്രായക്കാരനാണ് ഞാൻ. പക്ഷെ ഒരു വിഷയം ഇങ്ങനെ പറഞ്ഞു വരാന്നേ ഉള്ളൂ. ഉച്ചക്ക് ചോറ് കഴിക്കാൻ വേണ്ടി ആ കുട്ടി പെരേക്ക് വരും, ബാപ്പാൻ്റെ അടുത്തേക്ക് വരും. അപ്പോൾ ഡൈനിങ് ഹാളിൽ ടേബിളിൻ്റെ അപ്പുറം ഇപ്പുറം ഇരുന്ന് ചോറ് കഴിക്കുമ്പോൾ, ചോറ് വേയിക്കണം, അത് വേറെ കാര്യം, അങ്ങനെയാണ് ചോറ് വയ്ക്കേണ്ടത്. അങ്ങനെ ചോറ് കഴിക്കുമ്പോൾ ഒന്ന് അവനാൻ്റെ മക്കളോട് ചോദിച്ചാൽ മതിയടാ മോനെ, ഇന്ന് വെള്ളിയാഴ്ച പള്ളിക്കല മേലൊന്നും വല്ലാതെ വർത്താനം കേട്ടിരുന്നു, വാപ്പാൻ്റെ കുട്ടി അതിലില്ലല്ലോ എന്നൊന്ന് ചോദിച്ചിരിക്കുകയാണെങ്കിൽ അഥവാ ഉണ്ടെങ്കിൽ തന്നെ അടുത്ത വെള്ളിയാഴ്ച അവൻ അതിൽ നിൽക്കൂല. പക്ഷെ ഒരു വാപ്പിയും ചോദിക്കാൻ തയ്യാറില്ല.
ഓൻ ശനിയാഴ്ച അങ്ങാടിയിൽ വന്നിട്ട് വേണമെങ്കിൽ പറയും എന്താണ് ഇപ്പോൾ ഇവിടെ ജുമയ്ക്ക് വന്നാൽ എന്ന് പറഞ്ഞാണ്ട് 4 ഡയലോഗ് അടിക്കും. അതുകൊണ്ടൊരു കാര്യമില്ല. പ്രശ്നങ്ങൾ പറഞ്ഞിട്ടൊരു പ്രയോജനമില്ലല്ലോ. 50 കോടി രൂപയുടെ മദ്യമാണ് ഇക്കഴിഞ്ഞ ന്യൂ ഇയറിന് കേരളത്തിൽ വിൽപ്പന നടത്തിയത്. സാധാരണ 30 കോടിയുടെ കച്ചവടം ഉണ്ടാകുക. ന്യൂ ഇയറിൻ്റെ അന്ന് 50 കോടി റുപ്യൻ്റെ കച്ചവടം കേരളത്തിലുണ്ടായി എന്നാണ് പത്രത്തിൽ വന്ന കണക്ക് പറയാൻ വേണ്ടി ഞാൻ പറഞ്ഞതല്ല. എന്താണ് പരിഹാരം എന്നതിനെക്കുറിച്ച് ആലോചിക്കണം. സംഗതി അമ്മക്ക് നമ്മളെ കുട്ടി വലുത് തന്നെയാണ്, അങ്ങനെ തന്നെയാണ് ആവേണ്ടതും. നമ്മളെ കുട്ടി അമ്മക്ക് ഒരിക്കലും മോശമാകരുത്. അവനാൻ്റെ മക്കളെ പറ്റി അവനാന് മോശപ്പെട്ട അഭിപ്രായവും ഉണ്ടാകരുത്. അതൊക്കെ ശരിയാണ്. പക്ഷെ ശ്രദ്ധ എന്തായാലും വേണമല്ലോ. അത്തിപരസ്ഥാൻ്റെ അടുത്ത് ആരെങ്കിലും കുട്ടികളേറ്റ് വന്നിട്ട് ഇവൻ തീരെ പഠിക്കൂല എന്ന് പറഞ്ഞാൽ അപ്പം ചീത്തറിയും. അവനാൻ്റെ മക്കളെ പറ്റി അവനാനെ നല്ല അഭിപ്രായം ഇല്ലെങ്കിൽ പിന്നെ ആർക്കും ഉണ്ടാകുക എന്നാണ്. അതുകൊണ്ട് അങ്ങനെ പറയാൻ പാടില്ല. ഇവൻ ഒന്നും കൂടി ഉഷാറാകാൻ വേണ്ടി ഉസ്താദ് നിങ്ങളൊന്ന് ദ്വാരക്കണം എന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, മോശമാണെന്ന് പറയാൻ പാടില്ല എന്നാണ്. അപ്പോൾ അവൻ്റെ മക്കളെ പറ്റിയിട്ടും അവനാൻ്റെ ആൾക്കാരെ പറ്റിയിട്ടും അവനാന് മോശപ്പെട്ട അഭിപ്രായം ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതൊരു ശരിയാണ്. പക്ഷെ അത് കരുതിയിട്ട് ശ്രദ്ധ ഉണ്ടാകാൻ പാടില്ല എന്ന് അർത്ഥമില്ല. ഇലാഹിയായ പ്രവർത്തനത്തിൻ്റെയും ശൈത്താനിയായ പ്രവർത്തനത്തിൻ്റെയും പ്രത്യേകത, ഇലാഹിയായ പ്രവർത്തനത്തിൻ്റെ രസം സാവകാശവും ശൈത്താനിയായ പ്രവർത്തനത്തിൻ്റെ രസം പെട്ടെന്നാണ് ഉണ്ടായിരിക്കുക. ഇലാഹിയായ പ്രവർത്തനത്തിൻ്റെ രസം ആക്കത്തിനെ കിട്ടുള്ളൂ. നൂഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലത്താണ് ലോകത്താദ്യമായി മുശ്രിക്കുകൾ ഉണ്ടായത് എന്ന് ചില ചരിത്ര ഗ്രന്ഥങ്ങളിലുണ്ട് ലോകത്ത്. അതുകൊണ്ട് നൂഹ് നബി അലൈഹി ഇസ്ലാം സയ്യിദുൽ അംബിയ എന്ന പേരിൽ അറിയപ്പെടുന്നു. അംബിയാക്കളുടെ നേതാവ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. സത്യത്തിൽ അംബിയാക്കളുടെ നേതാവ് അബുൽ ബഷറായ ആദം നബി അലൈഹി ഇസ്ലാമാണ് ആകേണ്ടിയിരുന്നത്. പക്ഷെ ആ പേര് കിട്ടിയത് നൂഹ് നബിക്കാണ്. അതിൻ്റെ കാരണം നൂഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലത്താണ് ലോകത്ത് ആദ്യമായി മുശ്രിക്കുകൾ ഉണ്ടായത്. 950 കൊല്ലം ഓലോട് ഷിർക്കിൽ നിന്ന് മടങ്ങണമെന്ന് പറഞ്ഞിട്ട് 100-ൽ താഴെ ആളുകളാണ് മടങ്ങിയത്. എന്താ അതിൻ്റെ അർത്ഥം വെച്ചാൽ ശൈത്താനിയായ പ്രവർത്തനത്തിൻ്റെ രസം പെട്ടെന്ന് കിട്ടും. പറഞ്ഞത് മനസ്സിലായില്ല? വെള്ളിയാഴ്ച ഒരു ചെറുപ്പക്കാരൻ കുട്ടി ജുമയ്ക്ക് ചെന്നപ്പോൾ ലേശം നേരം വയ്ക്കുന്നു. അപ്പം ഇനിയിപ്പോൾ ഇന്ന് മേലക്ക് കയറാനാവില്ല എന്ന് കരുതിങ്ങാണ്ട് പുറത്തെ പള്ളിയിലിരുന്നു. ഏതായാലും ഇപ്പം ഞാൻ അവിടെ ഇരുന്ന സ്ഥിതിക്ക് ദുആ കഴിഞ്ഞിട്ട് പോകാൻ തീരുമാനിച്ചുകൊണ്ട് ഓൻ അവിടെ ഇരുന്നു. ദുആ കഴിഞ്ഞപ്പോൾ ഏതായാലും കുറേ പരിചയക്കാരൊക്കെ കാണാണ്ട് ഓൽക്കൊന്ന് കയ്യൊടുക്കാന്ന് തീരുമാനിച്ച് കയ്യും കൊടുത്തു. അപ്പോൾ വാപ്പാക്ക് തോന്നി ചെറുക്കൻ നന്നായിട്ടുണ്ട്. കാരണം ഓൻ ഈ വെള്ളിയാഴ്ച താഴെയാണ് ഇരുന്നത്, വർത്താനം പറഞ്ഞിട്ടില്ല, ദുആ കഴിഞ്ഞിട്ടാണ് പോണത്, എല്ലാവർക്കും കയ്യൊടുത്തിട്ടാണ് പോണത്. ചെറുക്കൻ നന്നായിട്ടുണ്ട് എന്ന് വിചാരിക്കേണ്ട. കാരണം ഇലാഹിയായ പ്രവർത്തനങ്ങളുടെ രസം അത്ര വേഗം കിട്ടൂല. അതേ സമയത്ത് ഒരു കൊല്ലം പൂരത്തിന് പോയാൽ എഴുതി വെച്ചോളി, അടുത്ത കൊല്ലം ഓർമ്മപ്പെടുത്തുകൂടി വേണ്ടി വരില്ല, ഓൻ പൊയ്ക്കോളും. ശൈത്താനിയായ പ്രവർത്തനത്തിൻ്റെ രസം വേഗമാണ്, ഇലാഹിയായ പ്രവർത്തനത്തിൻ്റെ രസം സാവകാശമാണ്. അതുകൊണ്ട് ഒരിക്ക വയതിന് പോയി എന്ന് എഴുതിയിട്ടോ എന്നും വയതിന് പോകുമൊന്നുമില്ല. ഒരിക്കങ്ങനെ യൂട്യൂബിൽ ഇങ്ങനെ നോക്കിയപ്പോൾ കയ്യെട്ടിങ്ങാണ്ട് സാലിം വൈസിൻ്റെ പ്രസംഗം കേട്ടു എന്ന് എഴുതിയിട്ട് എന്നും കേൾക്കൊന്നുമില്ല. അങ്ങനെ വേറെ എന്താ കയ്യെട്ടണം, പിന്നെ എപ്പോഴും ഇതേമാതിരി കയ്യെട്ടണം. അങ്ങനെയാണ്. ഇലാഹിയായ വിഷയങ്ങളുടെ രസം സാവകാശമാണ്. എന്നാൽ ശൈത്താനിയായ വിഷയങ്ങളുടെ രസം പെട്ടെന്നാണ്. അതുകൊണ്ട് തന്നെ ലഹരി ഉപയോഗങ്ങളിലേക്ക് ആളുകൾ പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. തമാശക്ക് ഒരിക്കൽ ജുമയ്ക്ക് പോയി എഴുതിയിട്ട് പോയെന്നും പോവില്ല. തമാശക്ക് ഒരു ദിവസം ദൂരം നിൽക്കരിച്ചു എഴുതിയിട്ട് പോയെന്നും നിൽക്കരിച്ചില്ല. അതേ സമയത്ത് തമാശക്ക് ഒരിക്കൽ കഞ്ചാവ് വലിച്ചാവോ എപ്പോഴും വലിക്കും. കാരണം അത് ശൈത്താനിയായ പ്രവർത്തനമാണ്. ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്താൻ. അത് മ്ലേച്ഛമായതും പൈശാചികമായ പ്രവർത്തനങ്ങളിൽ പെട്ടതുമാകുന്നു എന്ന് ഖുർആൻ നസ്സാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അതിൻ്റെ രസം വേഗത്തിൽ കിട്ടും. അതുകൊണ്ട് യുവസമൂഹത്തോട്, പുതിയ തലമുറയോട് നമ്മൾ പറയുന്നത്, തമാശക്ക് ഒരിക്കൽ പോലും ഉപയോഗിക്കരുത്, കമ്പനിക്ക് വേണ്ടി ഉപയോഗിക്കരുത്. കാരണം അത് തമാശക്ക് ഉപയോഗിച്ചാൽ തന്നെ പിടികൂടുന്നതാണ്. കാരണം അത് ശൈത്താനിയത്താണ്.
ശൈത്താനിയത്ത് വേഗം പിടിക്കും, ഇലാഹിയത്ത് സാവകാശേ പിടിക്കുള്ളൂ. 1000-ഓളം കൊല്ലം നൂഹ് നബി അലൈഹിസ്സലാം പറഞ്ഞിട്ട് 100-ൽ താഴെ ആളുകളാണ് ഇലാഹിയത്തിലേക്ക് മടങ്ങിയത്. ബാക്കിയുള്ളവരൊക്കെ ശൈത്താനിയത്തിൽ ഉറച്ചു നിന്നു. ഇനി മക്കത്തേക്ക് നോക്കിയാലോ അങ്ങനെ തന്നെയാണ്. മക്ക പഴയ കാലത്ത് മുശ്രിക്കുകളുടെ നാടല്ല. മക്ക എന്ന് പറയുന്നത് വളരെ പഴയ കാലം മുതൽ മുശ്രിക്കുകളുടെ നാടൊന്നുമല്ല. ഇസ്മായിൽ അലൈഹിസ്സലാമിൻ്റെ സന്താന പരമ്പരയിലാണ് മക്കക്കാരുള്ളത്. അവിടെ ശിർക്ക് വന്നത് കഅബയുടെ പ്രസിഡൻ്റായിരുന്ന അബൂ ത്വാലിബിൻ്റെ തൊട്ട് മുമ്പാണ്. അബൂ താലിബ് പ്രസിഡൻ്റ് ആകുന്നതിൻ്റെ തൊട്ട് മുന്നേ ഒരു പ്രസിഡൻ്റ് ഉണ്ടായിരുന്നു. അദ്ദേഹം ലോകസഞ്ചാരിയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിക്കുന്ന സമയത്ത് കഅബയുടെ നേതൃത്വം അബൂ ത്വാലിബിൻ്റെ അടുത്താണ്. അതിൻ്റെ തൊട്ട് മുമ്പ് ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം ഒരു ലോകസഞ്ചാരിയും വ്യാപാരിയുമായിരുന്നു. അദ്ദേഹം ലോകത്തിൻ്റെ ഏതോ ഒരു ഭാഗത്ത് ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ വിഗ്രഹത്തെ ആരാധിക്കുന്ന ഒരു വിഭാഗക്കാരെ കണ്ടു. ഓലപ്പോരീസം കൂടി മൂപ്പർക്ക് അതിൻ്റെ രസം കിട്ടി. മൂപ്പർക്ക് അതിൻ്റെ രസം കിട്ടിയപ്പോൾ ഓലോട് ചോദിച്ചു, എനിക്ക് വിഗ്രഹാരാധന ഒന്ന് പഠിപ്പിച്ചു തരുമോ എന്ന് ചോദിച്ചു. പഠിപ്പിച്ചു തരാലോ എന്ന് പറഞ്ഞു. നമുക്ക് വിചാരിക്കും വിഗ്രഹാരാധന ഇപ്പം അതിനകത്തരം പഠിക്കാനൊന്നുമില്ല, അത് കല്ലിൻ്റെ മുമ്പ് പോയിട്ട് ഇങ്ങനെ ആട്ടുകയാണ് എന്ന്. അല്ല, അതും പഠിക്കാണ്ട്. അതൊന്ന് പഠിപ്പിച്ചു തരുമോ എന്ന് ചോദിച്ചു. ആയിക്കോട്ടെ പഠിപ്പിച്ചു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു പഠിപ്പിച്ചു. പഠിപ്പിച്ചു കാണ്ട് പിന്നെ മൂപ്പര് പോരുമ്പോൾ, കോഴ്സൊക്കെ പൂർത്തിയാക്കി പോരുമ്പോൾ ഒരു സമ്മാനം കൊടുക്കണമല്ലോ എന്ന് കരുതിയിട്ട് വിഗ്രഹാരാധകരായ ആ നാട്ടുകാർ ഒരു സമ്മാനം കൊടുത്തു. ഹുബില എന്ന പേരായ ഒരു വിഗ്രഹത്തെയാണ് കൊടുത്തത്. ആ വിഗ്രഹമാണ് ആദ്യം കഅബയിൽ വന്നത്. അതാണ് പിൽക്കാലത്ത് ഹുബുലുല്ലാല എന്ന പേരിൽ അറിയപ്പെട്ട വിഗ്രഹമായി മാറിയത്. കുറഞ്ഞ കാലാണ്. അത് കഴിഞ്ഞ് അബ്ദുൽ മുത്തലിബിൻ്റെ കാലം വന്നപ്പോഴേക്ക് പടച്ചോന്മാർ വന്ന് കഅബൻ്റെ ഉള്ളിൽ ഇരിക്കാൻ സ്ഥലമില്ലായിട്ട് വരാന്തേക്ക് ഇറങ്ങി. പടച്ചോന്മാരോട് വന്നു കൂടിയിട്ടേ കഅബൻ്റെ ഉള്ളിൽ മൂപ്പർക്ക് ഇരിക്കാൻ നേരമില്ല, സ്ഥലമില്ല. അങ്ങനെ വരാന്തേക്കൊക്കെ ഇറങ്ങി തുടങ്ങി. അതുമാത്രവുമല്ല, മക്കയിൽ വിഗ്രഹ കച്ചവടക്കാരുണ്ടായി. ഉദാഹരണം, സയ്യിദുനാ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിൻ്റെ വാപ്പയാണ് അബൂ ഖുഹാഫ. ഉസ്മാൻ എന്നാണ് മഹാനവറുകളുടെ പേര്. വിഗ്രഹ കച്ചവടക്കാരനാണ്. ജ്വല്ലറി ആയിരുന്നു മൂപ്പർക്ക് എന്ന് ഞാൻ പറയലുണ്ട്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് പുതപ്പ് കച്ചവടമായിരുന്നു. പുതപ്പ് കച്ചവടം എന്ന് പറയുമ്പോൾ നമുക്ക് തോന്നും ഈ തണുപ്പ് കാലത്ത് ഇങ്ങനെ തുണിയൊക്കെ ഇങ്ങനെ ഉള്ളിൽ എടുത്തിട്ട് കുറേ പുതപ്പൊക്കെ ഏറ്റിങ്ങാണ്ട് കുറേ ആൾക്കാർ ഇങ്ങനെ വരുമല്ല, അതേമാതിരിയാണ് എന്ന് കരുതും. അങ്ങനെയല്ല. പുതപ്പ് കച്ചവടം എന്ന് പറയാൻ കാരണം അന്ന് ഇടുക്കലും പുതപ്പാണ്, പുതക്കലും പുതപ്പാണ്. അപ്പോൾ പ്രധാനപ്പെട്ട വസ്ത്രം പുതപ്പായതുകൊണ്ട് അങ്ങനെ പറഞ്ഞതാണ്. തുണി വ്യാപാരിയാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പുതപ്പ് കച്ചവടക്കാരനാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തുണി വ്യാപാരിയാണ്. നന്നാക്കി പറഞ്ഞാൽ ടെക്സ്റ്റൈൽസ് ആണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ടെക്സ്റ്റൈൽസ് ആണ്. മൂപ്പര വാപ്പാക്ക് ജ്വല്ലറിയാണ്. ജ്വല്ലറി എന്ന് പറയുമ്പോൾ നമ്മൾ അന്നത്തെ മാതിരി കാതത്തതും കൗത്തത്തതും അല്ല. സ്വർണത്തിൻ്റെ പടച്ചോന്, വെള്ളിൻ്റെ പടച്ചോന്, പഞ്ചലോഹങ്ങൾ ചേർത്ത പടച്ചോന്മാർ, ഇതായിരുന്നു വാപ്പാൻ്റെ കച്ചവടം. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ വാപ്പ അബൂ ഖുഹാഫ, ഉസ്മാൻ എന്നാണ് പേര്. മക്കം ഫത്തഹിൻ്റെ സമയത്ത് മഹാനവറുകൾ ഇസ്ലാം സ്വീകരിച്ചു റളിയല്ലാഹു അൻഹു. മക്കം ഫത്തഹിൻ്റെ സമയത്ത് മക്ക ഇസ്ലാമിന് ഫത്ഹായപ്പോൾ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു വാപ്പാനെ തെരഞ്ഞുപോയി. ഒരുപാട് പ്രായമായിട്ടുണ്ട്, നീച്ചാനോ നടക്കാനൊന്നും വയ്യ, കണ്ണും കാണാനില്ല. വാപ്പാൻ്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, വാപ്പ ഇത് അബൂബക്കറാണ് എന്ന് പറഞ്ഞു. അതിൽ വാപ്പ പറഞ്ഞു, മോനെ എനിക്കും എൻ്റെ മതത്തിലൊന്ന് കൂടണമെന്നുണ്ട്, അതിനിപ്പം നടക്കാനും വയ്യല്ല മോനെ, കണ്ണും കാണില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ വാപ്പാനോട് എടുത്തു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വാപ്പാനെടുത്തു. ഇലാ ഹളറത്തി ഹബീബിനാ റസൂലുള്ളാഹി, പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹളറത്തിലേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് പറഞ്ഞു, നബിയെ എൻ്റെ വാപ്പയാണ് ഈ വന്നത്, നിങ്ങൾ കലിമ ചൊല്ലിക്കൊടുക്കണം എന്ന് പറഞ്ഞു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് ചൊല്ലി ഇസ്ലാമിലേക്ക് വന്നപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് ധാരയായി ഒഴുകി.
മുസ്തഫായ നബി തങ്ങൾ ചോദിച്ചു, അല്ലയോ സിദ്ദീഖേ, നിങ്ങളെന്താ കരയണത്? ആ സമയത്ത് മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, പുന്നാര നബിയേ, എൻ്റെ വാപ്പ മുസ്ലിമായ ഈ സ്ഥാനത്ത് നിങ്ങളുടെ മൂത്താപ്പ അബൂ ത്വാലിബായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ അളാപ്പ അബൂ താലിബ് അളാപ്പയാണോ മൂത്താപ്പയാണോ എന്ന് അഭിപ്രായ വ്യത്യാസമുണ്ട്. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാപ്പ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു ആണ് ചെറിയ മകൻ എന്നാണ് ശരിയായ അഭിപ്രായം. അങ്ങനെ വരുമ്പോൾ മൂത്താപ്പയാണ്. പിന്നെ അറബിയിൽ ഉപയോഗിച്ചാൽ അമ്മ എന്ന് ഉപയോഗിച്ചാൽ അത് അളാപ്പാക്കും മൂത്താപ്പാക്കും പറയും. അതുകൊണ്ട് അളാപ്പയാണ് മൂത്താപ്പയാണെന്ന് രണ്ടും പറയലുണ്ട്. എന്താവട്ടെ, അബ്ദുല്ലാൻ്റെ സഹോദരനാണ് റളിയല്ലാഹു അൻഹു. അബ്ദുള്ള റളിയല്ലാഹുവിൻ്റെ പേര് കേൾക്കുമ്പോൾ റളിയല്ലാഹുവിനും ചെല്ലൊക്കെ ചെയ്യാട്ടോ. മുപ്പര് നമ്മളിരുന്ന് പൈസ കടം വാങ്ങിക്കാണ്ട് മുങ്ങിയിട്ടൊന്നും ഇല്ലല്ലോ. കഫ്തീരിയൊക്കെ പൈസ വാങ്ങിക്കാണ്ട് പിന്നെ തരാതെ നാട്ടിൽ പോയിക്കണോ? ഇല്ലല്ലോ. അബ്ദുള്ള നബി തങ്ങളുടെ വാപ്പ റളിയല്ലാഹു അൻഹു ചൊല്ലിക്കോളി, ധൈര്യം ഒരു കുഴപ്പമില്ല, ചെല്ലാം, ഒരു കുഴപ്പമൊന്നുമില്ല. അത് നമുക്ക് അങ്ങനെയോ ഒരു ധാരണപ്പശക്ക് വന്നതാണ്, ചെല്ലാൻ പറ്റൂല. ആമിന ബി റളിയല്ലാഹു അൻഹ എന്ന് മാത്രമേ പറ്റുള്ളൂ എന്ന് നമുക്ക് തോന്നിയതാണ്. അങ്ങനെയൊന്നുമല്ല. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാപ്പ അബ്ദുള്ള റളിയല്ലാഹു അൻഹുവിൻ്റെ സഹോദരനാണ്. അപ്പോൾ പുണ്യ നബിയോട് സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ, എൻ്റെ വാപ്പ അബൂ ഖുഹാഫ മുസ്ലിമായ ഈ സ്ഥാനത്ത് നിങ്ങളുടെ മൂത്താപ്പയായിരുന്നു വന്നതെങ്കിൽ എന്ന് ആഗ്രഹിച്ചിട്ടാണ് കരച്ചിൽ വന്നത്. പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, അബൂബക്കറേ, നിന്റെ വാപ്പ ഇസ്ലാമിലേക്ക് വരുന്നതിനേക്കാൾ എൻ്റെ മൂത്താപ്പ ഇസ്ലാമിലേക്ക് വരുന്നത് നിനക്ക് ഇഷ്ടപ്പെടാൻ കാരണമെന്തേ എന്ന് ചോദിച്ചോ. പറഞ്ഞു, അള്ളാൻ്റെ റസൂലേ, അതല്ലേ നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമുണ്ടാകുക എന്ന് ചോദിച്ചു. അതങ്ങനെ തന്നെയാണ് പറഞ്ഞു. അതന്നെയാണ് എനിക്കും കൂടുതൽ ഇഷ്ടം എന്ന് പറഞ്ഞ ആളാണ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്ന മഹാനുഭാവൻ. അപ്പോൾ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിൻ്റെ വാപ്പാക്ക് വിഗ്രഹങ്ങളുടെ കച്ചവടമായിരുന്നു എന്ന് പറഞ്ഞതാണ്. അതായത് വളരെ ചെറിയ കാലമായിട്ടുള്ളൂ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ അവരിൽ തൗഹീദ് പറഞ്ഞിട്ട് എന്തോ ഒരു മടിയാ ഓൽക്ക് വരാൻ. അവസാനം ജന്മനാട് ഉപേക്ഷിച്ച് മദീനയിലേക്ക് പോകേണ്ടി വന്നു. അനുചരന്മാർ ഹബസീനിയയിലേക്ക് പോയി, മുത്തുനബി ത്വായിഫിലേക്ക് പോയി. എവിടെയും നിൽക്കാൻ കഴിയാതെ അവസാനം മദീനയിലേക്ക് മടങ്ങി വരില്ല എന്ന തീരുമാനത്തോടുകൂടെ യാത്ര ചെയ്തതാണ് ഹിജ്റ എന്ന് പറയുന്നത്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കം ഫത്ഹിന് വന്നു. അന്ന് അബൂ ഖുഹാഫ ഇസ്ലാം മതം സ്വീകരിക്കലുണ്ടായി. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ശൈത്താനിയായ വിഷയത്തിൻ്റെ രസം വേഗം പരക്കും, ഇലാഹിയായ വിഷയത്തിൻ്റെ രസം സാവകാശാണ്. അത് വലിയൊരു തൗഫീഖാണ്. ഇലാഹിയായ വിഷയത്തിൻ്റെ രസം കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരു തൗഫീഖാണ്. അത് ചില ആൾക്കാർക്ക് അങ്ങനെ ഒരു തൗഫീഖ് ഉണ്ടാവും. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 ആൾക്കാരുണ്ട്. അതിൽ 4 ആള് 4 ഖലീഫമാരാണ്. 4 ആള് 4 ഖലീഫമാർ കഴിച്ചാൽ ബാക്കി 6 ആളും ഇസ്ലാമിലേക്ക് വരുന്നത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുഖേനയാണ്. അതാണ് തൗഫീഖ് പറഞ്ഞത്. 10 ആൾക്കാർക്കാണ് സ്വർഗം എന്ന് പുന്നാര നബി പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൽ 4 ആൾക്കാർ 4 ഖലീഫമാരാണ്. അതിലൊന്ന് അബൂബക്കർ സിദ്ദീഖാണ്. ബാക്കി 3 ആളുള്ളത് റളിയല്ലാഹു അൻഹു. ബാക്കി 6 ആൾക്കാരുണ്ട്. വബിത്വൽഹത്തിൻ സുമ്മ സുബൈരി വസഅദിഹിം വസഈദിഹിം ദിൽ മജ്ദി വല്ലാലായി വബിബ്നി ഔഫിൻ മൻ സമാ ഫലകൽ ഉലാ വഅബി ഉബൈദത സയ്യിദിൽ ഉമനായി ഉംനുൻ അലയ്യ ബിതൗബത്തിൻ മഖ്ബൂലത്തിൻ തംഹു ബിഹാ അന്നി അളീമ ഖതായി റിളവാനു റബ്ബി ദായിമൻ യഗ്ശാഹും മാനാത്തിൽ വർഖാഉ ബിൽ ബത്ഹായി. അതാണ് 6 ആൾക്കാർ. ഈ 6 ആൾക്കാരും
ബഹുമാനപ്പെട്ട സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുഖേന ഇസ്ലാമിലേക്ക് വന്നവരാണ്. അതാണ് തൗഫീഖ് പറഞ്ഞത്. അത് തൗഫീഖാണ്. അപ്പോൾ ഹിദായത്ത് വലിയൊരു തൗഫീഖാണ്. അതേ സമയത്ത് ശൈത്വാനിയത്ത് വേഗം പിടികൂടും. അതുകൊണ്ട് നമ്മുടെ മക്കളെ നല്ലോണം നോക്കണം എന്ന് പറയാനാണ് ഞാൻ ഈ പറയണത്. എവിടുന്നും കൂടാം, ഏത് സ്ഥലത്തുനിന്നും ശൈത്താൻ കൂടാം. മയക്കുമരുന്നിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് ശൈത്വാനിയത്താകുന്നു. എങ്ങനെ നോക്കുക? ലക്ഷണങ്ങളെ നോക്കുകയാണ് വേണ്ടത്. എല്ലാവരും നോക്കണം. അവനവൻ്റെ കുട്ടികളെ, ആൺകുട്ടികളെ പ്രത്യേകിച്ച് നോക്കണം, പെൺകുട്ടികളെയും നോക്കണം. ആൺകുട്ടികളെയാണ് നല്ലോണം നോക്കേണ്ടത്. കാരണം പെൺകുട്ടികൾ ലഹരിക്ക് അടിമപ്പെട്ടാലും അതിൽ നിന്ന് മാറാൻ ഒരുപാട് സാധ്യതകളുണ്ട്. എന്നാൽ ആൺകുട്ടികൾ ലഹരിക്ക് അടിമപ്പെട്ടാൽ മാറാൻ സാധ്യത കുറവാണ്. അതേസമയത്ത് പെൺകുട്ടികൾ പ്രണയത്തിൽ പെട്ടാൽ മാറാൻ സാധ്യത കുറയും. ആൺകുട്ടികൾ പ്രേമിക്കൽ മുതലാക്കാൻ വേണ്ടിയിട്ടാണ്. മുതലാവൂലാന്ന് തോന്നിയാൽ ഒലയുവാവും. അങ്ങനെയാണ്. അതുകൊണ്ട് ആൺകുട്ടികളെയാണ് ലഹരി ഉപയോഗത്തിൽ നല്ലോണം ശ്രദ്ധിക്കേണ്ടത്. ഒഴിവാകാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും. എങ്ങനെ നോക്കുക? ലക്ഷണങ്ങൾ നോക്കണം. ആരാ നോക്കേണ്ടത്? ഉമ്മയാണ് നോക്കേണ്ടത്. ലക്ഷണമാണ് നോക്കേണ്ടത്. ആരാ നോക്കേണ്ടത്? ഉമ്മ നോക്കണം. എന്താ ലക്ഷണം? ലക്ഷണം എന്ന് പറഞ്ഞാലേ പറഞ്ഞാൽ തീരൂല. ഓരോന്നിനും ഓരോ ലക്ഷണമാണ്. എല്ലാത്തിനും ഒരേ ലക്ഷണമല്ല. പണ്ടത്തെ ലക്ഷണമൊന്നും ഇപ്പം ഇല്ല. പണ്ടൊക്കെ കള്ളുടിച്ചാൽ ആടും. മനുഷ്യങ്ങനെ WWW എന്ന് എഴുതിയിട്ട് ഇങ്ങനെ വരിക. ഇപ്പം ആടൂല. ആട്ടം നിർത്തി. ആട്ടല്ല. പണ്ടൊക്കെ കള്ളുടിച്ചാൽ കണ്ണിന് ചുവപ്പ് കളർ ഉണ്ടായിരുന്നു. ഇപ്പം അതുണ്ടാവില്ല. ഇപ്പം അതിൻ്റെ ഒപ്പം തന്നെ കണ്ണിലൊറ്റിക്കാനുള്ള മരുന്ന് വേറെ കിട്ടും. നമ്മൾ നേരത്തെ മണ്ണെണ്ണയിൽ ഒറ്റിക്കാനുള്ള മരുന്നിൻ്റെ മാതിരിയാണ്. അടയാളം കണ്ണിന് ചുവപ്പ് ഉണ്ടാവില്ല. മുമ്പൊക്കെ മദ്യപിച്ചാൽ, ലഹരി ഉപയോഗിച്ചാൽ അടുത്തേക്ക് വരുമ്പോൾ ഒരു വാസന ഉണ്ടാവും. ഇപ്പം വാസന ഇല്ല. അതിന് പകരം ഊതിൻ്റെ വാസനയൊക്കെയുള്ള പാക്ക് കിട്ടും. ലഹരി ഉപയോഗിച്ചാണ്ട് അതാണ് തൊള്ളേക്ക് ഇട്ടാണ്ട് വന്നാൽ ഇപ്പം അബുദാബിയിൽ നിന്ന് ഫ്ലൈറ്റ് ഇറങ്ങിങ്ങാണ്ട് വരികയെന്ന് തോന്നുള്ളൂ. ആ മാതിരി ഊതിൻ്റെ വാസനക്കാരം. അപ്പം അതുകൊണ്ട് ആ അടയാളം ഇല്ല. നമ്മൾ മനസ്സിലാക്കി വെച്ച ഒരു അടയാളവും നിലവിലില്ല. പുതിയ അടയാളം പിടിക്കണം. ഇനിയിപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു അടയാളം പറഞ്ഞു എന്ന് പറഞ്ഞാൽ അത് ഈ 2022 ചിലപ്പോൾ ഉണ്ടാവുള്ളൂ. 23 അടയാളം ഇനി മാറും. അതുകൊണ്ട് പുതിയ അടയാളങ്ങളെ ശ്രദ്ധിക്കണം. എന്താ അടയാളം എന്ന് പറയുന്നത്? ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ നിലവിലുള്ള സ്വഭാവത്തിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുണ്ടെങ്കിൽ ലഹരി ഉപയോഗത്തിൻ്റെ അടയാളമാണ്. നിലവിലുള്ള എന്ത് സ്വഭാവമാണെങ്കിലും അതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. നല്ലോണം വർത്താനം പറഞ്ഞിരുന്ന കുട്ടിയായിരുന്നു, അപ്പോൾ തീരെ മുണ്ടണനില്ല. അല്ലെങ്കിൽ വല്ലാതൊന്നും ഉണ്ടാത്ത ആളായിരുന്നു, ഇപ്പോൾ പഞ്ചായത്ത് റേഡിയം തുറന്നച്ച മാതിരി കൂട്ടണനല്ല തൊള്ള. ഇതാണ് നിലവിലുള്ള സ്വഭാവത്തിന് നേരെ എതിര്. നല്ലതായിട്ട് ഭക്ഷണം കഴിച്ചിരുന്ന ചെറുക്കനായിരുന്നു, ഇപ്പോൾ അവന് തിന്നാൻ വേണ്ട. തീരെ തിന്നാത്തോനായിരുന്നു, ഇപ്പം തീറ്റ തന്നെയാണ് പ്രധാനപ്പെട്ട പണി. ഇമ്മാനോടും വാപ്പാനോടും നല്ല സ്നേഹത്തിൽ പെരുമാറിയ ആളായിരുന്നു, ഇപ്പോൾ വലിയ ദേഷ്യമാണ്. ഉമ്മാനോടും വാപ്പാനോടും നല്ല ദേഷ്യത്തിലാണ് എപ്പോഴും പെരുമാറിയുന്നത്. ഒരു 5-8 ദിവസമായിട്ട് എന്തോ ഒരു നല്ല കുട്ടിയാണെന്നോ ഉമ്മാനൊക്കെയാണ് അണിഞ്ഞൂട്ടി പിടിക്കുക. ബാപ്പാൻ്റെ കാലൊക്കെ കഴുകി കൊടുത്താൽ ഓനാൻ കുടിച്ചും. ആ മാതിരി സ്വഭാവം മാറിയിരിക്കുകയാണെങ്കിൽ പള്ളിക്കുന്ന മൂലയിലെ വയത് കേട്ടതല്ല. അത് അത്ര പെട്ടെന്നാവൂല. അത് ഇലാഹിയത്താണ്. അത് സാവകാശം കിട്ടുള്ളൂ. ഇങ്ങനെ പെട്ടെന്ന് മാറണമെങ്കിൽ ശൈത്താനിയത്തേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ശൈത്താനിയത്താണ് ലഹരി ഉപയോഗം, നിലവിലുള്ള സ്വഭാവത്തിൻ്റെ നേരെതിര്. അതുണ്ടെങ്കിൽ സൂക്ഷിക്കണം. പിന്നെ ഇനി ഓരോന്നിനും ഓരോ അടയാളങ്ങളാണ്, എല്ലാറ്റിനും ഒന്നല്ല. മൊത്തത്തിൽ ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ എണ്ണി പറയാം. തടി മെല്ലിച്ചു വരിക അതൊരടയാളമാണ്. തടി ഇങ്ങനെ ശേഷിച്ച് മെല്ലിച്ചു വരിക. ഉറക്കം കുറഞ്ഞു വരിക അതൊരടയാളമാണ്. ഉറക്കം കുറഞ്ഞു വരിക. വാതിൽ കുറ്റിട്ടിരിക്കാൻ ഇഷ്ടപ്പെടുക എന്നതൊരടയാളമാണ്. വാപ്പാക്കുമ്മാക്കും പരിചയമില്ലാത്ത മുതിർന്ന ആളുകളുമായി അമിതമായി കൂട്ടുകെട്ട് നടത്തുന്നത് കണ്ടാൽ അതൊരു അടയാളമാകുന്നു. എല്ലാവർക്കും അറിയുന്നതും നിലവിൽ ഉപകാരമില്ലാത്തതുമായ വസ്തുക്കളുടെ പേര് ആവർത്തിച്ചു പറയുന്നുണ്ടെങ്കിൽ അതൊരടയാളമാണ്. ഉദാഹരണം എല്ലാവർക്കും അറിയുന്ന സാധനമാണല്ലോ. അപ്പോൾ ഈ പൊടി എന്ന് പറഞ്ഞാൽ കട്ട, ചാക്ക്, സിമെൻറ്റ്, CD ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ എല്ലാവർക്കും അറിയിപ്പോൾ ഈ സാധനം എന്താന്ന്. പക്ഷെ ഓരോ എന്താ സിമെൻറ്റിൻ്റെ ആവശ്യം എത്ര ആലോചിച്ചിട്ടും പിടുത്തം കിട്ടണില്ല.
ഇങ്ങനത്തെ വാക്കുകൾ ഇങ്ങനെ ആരോടെയൊക്കെ പറയണതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടു. നമുക്ക് അറിയണ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ? നിങ്ങൾക്ക് മനസ്സിലാവാനുണ്ടാവും എന്ന് വിചാരിക്കുന്നു. മലപ്പുറത്ത് എൻ്റെ നാട്ടിൽ ഇവിടുന്ന് അധികം ദൂരമൊന്നുമില്ല, അതുകൊണ്ട് എൻ്റെ ഭാഷ നിങ്ങൾക്ക് തിരിയുന്നുണ്ടോയെന്നാ ചോദ്യം. ഉണ്ട്, തിരിയുണ്ട്. എന്നും കേൾക്കണതായതുകൊണ്ട് തിരിയുണ്ട്, അല്ലെങ്കിലും തിരിഞ്ഞേ പറ്റുള്ളൂ. അതായത് എല്ലാവർക്കും അറിയണ സാധനമാണ്. അപ്പോൾ ഓൻ ഫോൺ ചെയ്യണെന്ത്, സിമെൻറ്റും ചാക്കേ അവിടെ ഇറക്കിയച്ചാന്ന് പറഞ്ഞു എന്ന് വിചാരിച്ചോളി. ചെറുക്കൻ ഫോൺ ചെയ്യാണ്. അപ്പോൾ ഓൻ പറയാണ് ഓൻ്റെ ചങ്ങായിനോട്, സിമെൻറ്റും ചാക്കേ നമ്മളെ മയമുട്ടിയുടെ പിന്നെ പെട്ടിപ്പീടിൻ്റെ ബാക്കിൽ ഇറക്കി വെച്ചല്ലോ. സിമെൻറ്റും ചാക്ക് പറഞ്ഞപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയില്ലേ. പക്ഷെ ചെറുക്കന് തേപ്പും പടവും നല്ല പണി. സിമെൻറ്റും ചാക്ക് ഇറക്കി വെക്കേണ്ട ഒരു ആവശ്യം നോക്കിയിട്ട് കാണാനുമില്ല എന്നാൽ സംശയിക്കണം. അല്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞു എന്ത് CD നമ്മൾ അബ്ദുറഹ്മാൻ്റെ പീടിയിൽ കൊടുത്തളാന്ന് പറഞ്ഞു. CD എല്ലാവർക്കും അറിയാമല്ലോ, കമ്പ്യൂട്ടറിൽ ഇടണേ. ആ സാധനത്തിന് ഇന്നും ഉപയോഗമില്ല. ഉപയോഗം ഉണ്ടാവും ആർക്കെന്നറിയോ? കമ്പ്യൂട്ടറുമായോ അല്ലാതെ ഇടപഴകുന്ന വലിയ സോഫ്റ്റ്വെയറൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് മറ്റൊരു കമ്പ്യൂട്ടറിലേക്ക് എന്തെങ്കിലും ഡാറ്റകളൊക്കെ ട്രാൻസ്ഫർ ചെയ്യാനൊക്കെയാണ് ഈ സാധനം ആവശ്യം ഉണ്ടാവുള്ളൂ. നോർമലി ഒരാൾക്ക് ആവശ്യമുള്ള ഒരു സാധനമല്ല CD. പണ്ട് അങ്ങനെയല്ല, പണ്ട് അതൊക്കെ CD-യിലായിരുന്നു. ഇപ്പം അത് മൊബൈലിലാണല്ലോ, അതിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ ആ സമയത്ത് ഈ വാക്ക് ഇങ്ങനെ ഓൻ വല്ലാതെ പറയുന്നുണ്ട്. ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ സാധനം, കല്ല്, കട്ട, സിമെൻറ്റ്, മണല്, ചാക്ക്, കുപ്പായം, ഇങ്ങനെയൊക്കെയുള്ള എല്ലാവർക്കും അറിയും. സാധനം എന്താണെന്നൊക്കെ എല്ലാവർക്കും അറിയും, പക്ഷെ ഉപകാരം എന്താണെന്ന് മനസ്സിലാകണ്ടില്ല. അങ്ങനത്തെ സാധനങ്ങളുടെ പേര് നിരന്തരമായി കുട്ടികൾ ഫോണിലോ അല്ലാതെയോ പറയുന്നതായി ശ്രദ്ധയിൽപ്പെട്ടാൽ അത് പ്രധാനപ്പെട്ട ഒരടയാളമാണ്. 20 രൂപ, 30 രൂപ, 50 രൂപ പോലത്തെ ചെറിയ ചെറിയ കളവുകൾ വീട്ടിൽ നടക്കുന്നുണ്ടെങ്കിൽ അതൊരടയാളമാണ്. 20 റുപ്യ കാണാനില്ലാതായി, 10 റുപ്യ കാണാനില്ലാതായി, 30 റുപ്യ കാണാനില്ലാതായി. 10 റുപ്യ കാണാനില്ലാതായാലും ഇപ്പോൾ നമ്മൾ ആരെങ്കിലും അനൗൺസ് ചെയ്യുമോ? ഒരു 10 രൂപ നഷ്ടപ്പെട്ടിട്ടുണ്ട്, കണ്ടു കിട്ടുന്നവർ അടുത്ത പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കേണ്ടതാകുന്ന അനൗൺസ്മെൻ്റ് ഒന്നും ഉണ്ടാവില്ല. അങ്ങനത്തെ ചെറിയ ചെറിയ സാധനങ്ങൾ കാണാതാവുക, ചെറിയ പൈസ കളവ് പോവുക. വീട്ടിൽ വെച്ചോടുത്ത് കാണാനില്ല, ഞാൻ ഇവിടെ തന്നെ അല്ലേ വെച്ചതെന്ന് ഓർമ്മയില്ല, അങ്ങനത്തെ ഒരു സംശയം തോന്നുക, അതൊരടയാളമാണ്. ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന വസ്തുക്കൾ വിൽപ്പന നടത്താൻ വേണ്ടി ശ്രമിക്കുക. മൊബൈല്, ലാപ്ടോപ്പ്, സൈക്കിള്, ഇങ്ങനെയൊക്കെയുള്ള സാധനം ജീവിതത്തിൽ വളരെ താല്പര്യത്തോടുകൂടെ ഒരാൾ വാങ്ങുകയും സൂക്ഷിക്കുകയും ചെയ്യുന്ന വസ്തുക്കൾ വിൽപ്പന നടത്താൻ വേണ്ടി ഒരാൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതൊരു അടയാളമാകുന്നു. കിടന്നുറങ്ങുന്ന റൂമിൽ നിന്ന് ചന്ദനത്തിരി കത്തിച്ചതിൻ്റെ വാസന വരുന്നത് പോലെ തോന്നിയാൽ ഒരടയാളമാണ്. മകൻ താമസിക്കുന്ന റൂമിൽ ചെറിയ ബോക്സുകൾ, എന്താ ബോക്സ് എന്നറിയാത്ത ചെറിയ ചെറിയ പെട്ടി കണ്ടാൽ അതൊരു അടയാളമാകുന്നു. പ്ലസ്, ഇൻറ്റു പോലത്തെ അടയാളങ്ങളിട്ട വസ്തുക്കൾ കണ്ടാൽ അതൊരു ലക്ഷണമാകുന്നു. എന്തൊരു സാധനം കണ്ടു, ഒരു ബോർഡ് പോലത്തെ ഒരു സാധനം, എന്തൊരു സാധനം, അല്ലെങ്കിൽ ഒരു പെട്ടി പോലത്തെ ഒരു സാധനം, അതിന്മേ പ്ലസ് അടയാളമിട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഇൻറ്റു അതായത് എക്സ് പോലെ അടയാളമിട്ടിട്ടുണ്ട്. ഇങ്ങനത്തെ അടയാളങ്ങളൊക്കെ ഉള്ള സാധനങ്ങൾ കണ്ടാൽ അതൊരു ലക്ഷണമാണ്. നമ്മൾ വിചാരിച്ച മാതിരി ലഹരി പദാർത്ഥം എന്ന് പറഞ്ഞാൽ കാണാൻ മാത്രമൊന്നുമില്ല. ഇപ്പോൾ A4 ഷീറ്റിൻ്റെ മോഡലൊക്കെ ഉണ്ട്. നോട്ടീസത്തിൽ വെച്ചാൽ ഒരു കടലാസ് അധികം ഉണ്ട് എന്ന് മാത്രമേ തോന്നുള്ളൂ. അതിന്മേൽ ഒരു കഷ്ണം കീറിങ്ങാണ്ട് തൊള്ളേക്ക് ഇടുക, ഇതൊക്കെയാണ് പരിപാടി. അതുകൊണ്ട് നമ്മൾ വിചാരിക്കും പോലെയല്ല. അതുകൊണ്ട് നല്ലോണം സൂക്ഷിക്കണം. രാവിലെ റൂം അടിച്ചു വാരുന്ന സമയത്ത് പേപ്പർ കത്തിച്ചതിൻ്റെ അടയാളങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ലഹരി ഉപയോഗിക്കുന്നു എന്നതിൻ്റെ ലക്ഷണമാകുന്നു. ഒഴിഞ്ഞിങ്ങനെ ഇരുന്നിട്ട് ദൂരേക്ക് നോക്കി അന്തം വിട്ടിരിക്കുന്നത് കണ്ടാൽ ലഹരി ഉപയോഗത്തിൻ്റെ അടയാളമാണ്. അടുത്ത കുടുംബക്കാരോട് വലിയ തോതിൽ ദേഷ്യപ്പെടുന്നത് കണ്ടാൽ ലഹരിയുടെ അടയാളമാണ്. അകന്ന കുടുംബത്തോട് അമിതമായ താല്പര്യം കാണിക്കുന്നത് കണ്ടാൽ ലഹരിയുടെ ഉപയോഗമാണ്. ഇളയമാൻ്റെ മകളെ കെട്ടിച്ചു കൊടുത്ത് ഇടക്കിടക്ക് പോകുന്നെ. അകന്ന കുടുംബത്തോട് അമിതമായ താല്പര്യം കാണിക്കുന്നത് കണ്ടാൽ ലഹരിയുടെ ഉപയോഗത്തിൻ്റെ ലക്ഷണമാണ്. കണ്ണിൻ്റെ ചുറ്റുഭാഗത്തും കറുത്ത കളറ് പ്രത്യക്ഷപ്പെട്ട് വരുന്നത് ലഹരിയുടെ ഉപയോഗമാണ്. തടി മെല്ലിച്ച് വരുന്നുണ്ടെങ്കിൽ ലഹരിയുടെ ഉപയോഗമാണ്. കുളിക്കാനും വസ്ത്രം മാറാനും താല്പര്യം കുറഞ്ഞു വരുന്നുണ്ടെങ്കിൽ ലഹരിയുടെ ഉപയോഗമാണ്.
രാത്രി ഉറക്കം വളരെയധികം കുറഞ്ഞു വരുന്നുണ്ടെങ്കിൽ ലഹരിയുടെ ഉപയോഗമാണ്. സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി ശരീരത്തിന് കൂടുതൽ ശക്തി കാണിക്കുന്നുണ്ടെങ്കിൽ അത് ലഹരിയുടെ ഉപയോഗത്തിൻ്റെ ലക്ഷണമാകുന്നു. അങ്ങനെ നീണ്ടുപോകും ലക്ഷണങ്ങൾ. എന്താ കാട്ടുക? 3 ലക്ഷണങ്ങൾ ഞാനിപ്പോൾ ഈ പറഞ്ഞ് നിങ്ങൾ കേട്ടതിൽ നിന്ന് 3 ലക്ഷണങ്ങൾ ഉണ്ട് എന്ന് തോന്നിയാൽ ഇതിലൊരു ഒന്നാണെങ്കിൽ വിട്ടാളി, 1 ലക്ഷണമൊക്കെ ആണെങ്കിൽ വിട്ടാളി. കണ്ണിന് ചെറിയൊരു ചോപ്പ് കാണാണ്ട് എന്ന് പറയാൻ നിൽക്കണ്ട. അതേസമയത്ത് 3 അടയാളമുണ്ടെങ്കിൽ കൂടുതൽ ശ്രദ്ധിക്കുക. കൂടുതൽ ശ്രദ്ധിച്ചിട്ട് ലഹരിയുടെ ഉപയോഗമുണ്ടെന്ന് മനസ്സിലായാൽ എന്താ വേണ്ടത്? മറച്ചൊക്കെ അല്ല വേണ്ടത് കേട്ടോ. പെട്ടതിനെയാണ്. പിന്നെ നമ്മൾ ഒളിച്ചു വെച്ചിട്ട് കാര്യമൊന്നുമില്ല. അത് വലുതാകുകയും ചെയ്യുള്ളൂ. അത് വലുതായിട്ട് പിന്നെ എല്ലാവരും അറിയണ കോലത്തിലേക്കാണ് പുറത്തിയാടുക. അതിൻ്റെ മുമ്പ് എന്ത് ചെയ്യണം എന്നറിയങ്ങൾ? ശാസ്ത്രീയമായ ചികിത്സ കൊടുക്കണം. എന്താ ശാസ്ത്രീയമായ ചികിത്സ എന്ന് പറഞ്ഞാൽ? ഡോക്ടറെ കാണിക്കണം. ആരാണ് ലഹരിക്കടിമപ്പെട്ട ആളെ ചികിത്സിക്കുന്ന ഡോക്ടർ? എന്താണ് അവിടേക്ക് പറയുന്ന പേര്? ഡി അഡിക്ഷൻ സെന്റർ എന്നാണ്. മദ്യം മയക്കിന് മരുന്നിന് അടിമപ്പെട്ടവരെ ചികിത്സിക്കുന്ന സ്ഥലത്തിന് പറയുന്ന പേര് ഡി അഡിക്ഷൻ സെന്റർ എന്നാണ്. SKSFന്റെ ഡി അഡിക്ഷൻ സെന്റർ കുറ്റിപ്പുറത്തുണ്ട്. വെൽനസ് എന്നാണ് അതിൻ്റെ പേര്. യൂട്യൂബിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും. വെൽനസ് എന്ന് സെർച്ച് ചെയ്താൽ കിട്ടും. SKSFന്റെ ഡി അഡിക്ഷൻ സെന്റർ കുറ്റിപ്പുറത്ത് പാലത്തിൻ്റെ അടുത്തുണ്ട്. അല്ലെങ്കിൽ നമ്മളെ നാടിൻ്റെ അടുത്തൊക്കെ ഉണ്ടാവും. മൊബൈൽ എടുത്തിട്ട് അതിൽ ഗൂഗിൾ ഓൺ ആക്കിയിട്ട് അതിൽ ഡി അഡിക്ഷൻ സെന്റർ നിയർ മീ എന്ന് ടൈപ്പ് ചെയ്തിട്ട് സെർച്ച് ബട്ടൺ കൊടുത്താൽ നമ്മളെ തൊട്ടടുത്തുള്ള ഡി അഡിക്ഷൻ സെന്ററിൻ്റെ പേരും ഫോൺ നമ്പറും അങ്ങോട്ട് എത്തിച്ചേരാനുള്ള ലൊക്കേഷൻ മാപ്പും കാണും. ഒരു മടിയില്ലാതെ മോനെ വിളിച്ചിട്ട് കൊണ്ടുപോവുക. കൗൺസിലിംഗ് കൊണ്ട് മാത്രം മതിയെങ്കിൽ മരുന്ന് കൊടുക്കാതെ കൗൺസിലിംഗ് കൊണ്ട് മാത്രം മാറ്റുക. കൗൺസിലിംഗ് കൊണ്ട് മാത്രം മതിയാകുന്ന രൂപത്തിലല്ല എങ്കിൽ മരുന്നും ഒപ്പം കൗൺസിലിംഗും കൊടുത്ത് മാറ്റിയെടുത്തതിന് ശേഷം എവിടെ നിന്നാണോ ഈ മുസീബത്ത് കൂടിയിട്ടുള്ളത് ആ സ്ഥലത്തേക്ക് പിന്നെ പറഞ്ഞേക്കാതിരിക്കണം. മനസ്സിലായില്ലല്ലോ? ഇല്ല, അന്തം വിട്ടിരിക്കുകയാണ്. മനസ്സിലായിട്ടില്ല? മനസ്സിലായി. ശൈത്താനിയായ പ്രവർത്തനമാണെന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് തന്നെ അതാ തുടങ്ങിയോടത്തേക്ക് പിന്നെയും വിട്ടാൽ രണ്ടാമട്ടം തുടങ്ങും. ശൈത്താനിയായ പ്രവർത്തനത്തിൻ്റെ ഒരു പ്രത്യേകത രണ്ടാമത് വേഗവും വരും എന്നതാണ്. അതുകൊണ്ട് ഏത് സൂപ്പർ മാർക്കറ്റിൽ നിന്നാണോ തുടങ്ങിയത് അങ്ങോട്ട് പിന്നെ പറഞ്ഞേക്കരുത്. ഏത് ഹോസ്റ്റലിൽ നിന്നാണോ തുടങ്ങിയത് എത്ര നഷ്ടമുണ്ടായാലും അങ്ങോട്ട് പിന്നെ വിടാൻ പാടില്ല. ഏത് വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നിന്നാണോ തുടങ്ങിയത് അങ്ങോട്ട് പിന്നെ പറഞ്ഞേക്കാൻ പാടില്ല. ഏത് ഖത്തറിൽ നിന്നാണോ തുടങ്ങിയത് ആ ഖത്തർക്ക് പിന്നെ പറഞ്ഞേക്കാൻ പാടില്ല. അതിന് എന്ത് നഷ്ടമുണ്ടായാലും ശരി, പറഞ്ഞേച്ചാൽ അത് ശൈത്താനിയായ പ്രവർത്തനമാണ്. രണ്ടാമതും കൂടും. മരുന്നെടുത്തിട്ടൊന്നും കാര്യമില്ല. എത്രയേ പോനെ ചികിത്സിക്കണമെന്നൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല. മാറിയാ പിന്നെ ആ സാഹചര്യത്തിലേക്ക് വിടാൻ പാടില്ല. കുട്ടികളെ ആരാ വർത്താനം പറയണ്ട? ആൺകുട്ടികൾ അത് ഇവിടെയാണ്. ഓരോടെ തന്നെ പറഞ്ഞേ. ഇങ്ങോട്ട് നോക്കിയല്ലാരും. അപ്പം എന്താ പറഞ്ഞത്? ആ സാഹചര്യത്തിലേക്ക് പിന്നെ വിടരുത്, എന്നാലേ മാറുള്ളൂ എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് അവനവൻ്റെ മക്കൾ അവനെ നല്ലോണം നോക്കുക. മറ്റുള്ളവർ നൽകുന്ന സൂചനകളും പരിശോധിക്കുക. ആരെങ്കിലും ഒരാൾ നമ്മളോട് നമ്മളെ മക്കളെ പറ്റിയൊരു സൂചന പറയുകയാണെങ്കിൽ ഓനെ മഴ എടുത്തുകൊണ്ട് വെട്ടാൻ നടക്കുകയല്ല. പിന്നെന്താ വേണ്ടത്? ഇന്നത്തെ കാലം അങ്ങനെയൊക്കെയാണ്, സാധ്യത ഉണ്ട് എന്നുള്ള നിലയിൽ നമ്മളൊന്ന് സൂക്ഷിച്ച് പരിശോധിക്കാൻ തയ്യാറാകുക. എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അല്ലാതെ ഓനോട് ആരെങ്കിലും ഒരാളിപ്പോൾ നമ്മളോട് എന്തെങ്കിലും ഒന്ന് നമ്മളെ മക്കളെ പറ്റി പറഞ്ഞാൽ ഓപ്പോൾ വലിയ കുറേശ്ശി നിൽക്കണം, ഓൻ്റെ കുട്ടികളൊക്കെ ഇപ്പോൾ എത്ര ഉഷാറാന്ന് പറയാൻ നിൽക്കലല്ല. പിന്നെ ഒരാൾ തരുന്ന സൂചന ഒന്ന് പരിശോധിച്ചിട്ട് ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ വേണ്ട. ഉണ്ടെങ്കിൽ ചികിത്സ നൽകി മാറ്റിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ, അല്ലാത്തൊന്നുമില്ല. അതുകൊണ്ട് ശക്തമായ ചികിത്സ നൽകി മാറ്റിയെടുക്കാൻ തയ്യാറാവണം. തന്നെയാണ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാര്യം.
അപ്പോൾ മനുഷ്യൻ്റെ ബുദ്ധിയെ മയക്കിക്കിടക്കുന്ന ഒരു കാര്യമായിട്ട് ഇത് മാറിയിട്ടുണ്ടെന്ന്. ബുദ്ധിയെയാണ് യഥാർത്ഥത്തിൽ മയക്കുമരുന്ന് സ്വാധീനിക്കുന്നത്. ബുദ്ധി മയക്കി കിടത്തിയ എന്താ ഉള്ളത്? പ്രതിഭകൾ ഇല്ലാതെയാവും. ഈ ഉൾനാടുകളിലൊക്കെ എത്തിയിട്ടുണ്ടാവില്ല, അങ്ങാടികളിലൊക്കെ ഇപ്പോൾ വേറൊരു സംഭവം എത്തിയിട്ടുണ്ട്. അതെന്താ പറയുക നിങ്ങൾ? അപ്പോൾ ഞാനിങ്ങനെ കോഴിക്കോട് കണ്ണൂർ ഭാഗത്തു നിന്നൊക്കെ ഇങ്ങനെ വരുമ്പോൾ ഹൈവേ കൂടെ ഇങ്ങനെ യാത്ര ചെയ്യും. പല ഹൈവേയിലുള്ള പള്ളികളിലും മദ്രസകളിലൊക്കെ രക്ഷിതാക്കളെ മീറ്റിങ്ങിന് വേണ്ടി ചെല്ലും. അപ്പോൾ ഈ അങ്ങാടികളിലൊക്കെ പുതിയൊരു പരിപാടി വന്നിട്ടുള്ളത്, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി, +1 പഠിക്കുന്ന കുട്ടി, +2 പഠിക്കുന്ന കുട്ടികളൊക്കെ 3, 4, 5 കുട്ടികൾ കൂടിങ്ങാണ്ട് അങ്ങാടിയിൽ റൂം വാടകയ്ക്ക് എടുക്കുക. ചിലയിടത്തൊക്കെ ക്ലബ്ബ് എന്ന് പേരിടും, ചിലയിടത്ത് ആ പേരും ഉണ്ടാവില്ല. നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന ജനോപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യുന്ന ക്ലബ്ബുകളെ കുറിച്ച് ആക്ഷേപമല്ല കേട്ടോ ഞാനീ പറയണത്. ക്ലബ്ബ് എന്ന് പേരിട്ടോണ്ടൊരു സംഗതി മോശമാവുമൊന്നുമില്ല. ഇപ്പം ഇങ്ങനെ പോരുന്ന സമയത്ത് അവിടെ കണ്ടു ബേബീസ് ക്ലബ്ബ് എന്ന് പറഞ്ഞാൽ കുട്ടികളെ തുണിങ്ങുപ്പായും കിട്ടുന്ന സ്ഥലം എന്നാണ്. അപ്പോൾ ക്ലബ്ബ് എന്ന് പേരായതുകൊണ്ട് സംഗതി മോശമാവുമൊന്നുമില്ല. ഞാൻ പേരിട്ടില്ല എന്ന് എഴുതിയിട്ട് നന്നാവില്ല. അങ്ങാടികളിലൊക്കെ ഇപ്പോൾ കാണുന്ന വലിയൊരു പ്രവണതയാണ് 5ഉം 10ഉം കുട്ടികൾ കൂടിങ്ങാണ്ട് ഒരു റൂം വാടകയ്ക്ക് എടുക്കുക. എന്നിട്ട് പെരേക്ക് മുളയില്ല, ഈ റൂമിൽ ഇങ്ങനെ ഇരിക്കുക. +1 ഇങ്ങനെയാണ്ട് പോയി, പക്ഷെ പരീക്ഷ എഴുതൂല. +2ക്ക് തീരെ പോവില്ല, പഠനം നിർത്തി. എന്നിട്ട് ബ്രോസ്റ്റും 65ഉം അങ്ങാടിയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്ന് കണ്ട് തിന്നുക. അതിന് കായില്ലെങ്കിൽ വാർപ്പിൻ്റെ പണിക്ക് പോവുക. പഠനം അതോടുകൂടി അവസാനിച്ചു. ഇനി വാർപ്പിൻ്റെ പണി കൊണ്ട് വേണ്ടത്ര പൈസ കിട്ടണില്ലെങ്കിൽ ലഹരി വിൽപ്പനയിലേക്ക് നീങ്ങുക. എന്നിട്ട് ഓർക്ക് വേണ്ടതൊക്കെ കണ്ടും കേട്ടും അനുഭവിച്ചും ആസ്വദിച്ചും ഈ 8-10 ആൾക്കാർ ഓരോ റൂമിൽ. മലപ്പുറത്തിൻ്റെയും കൊണ്ടോട്ടിയുടെയും ഇടയിൽ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഒരു രക്ഷിതാക്കളുടെ മീറ്റിങ്ങിൽ ഞാൻ പോയപ്പോൾ ആ നാട്ടുകാരനോട് പറഞ്ഞു, ഈ അങ്ങാടിയിൽ 25 റൂം അങ്ങനത്തെ ഉണ്ട് എന്ന് പറഞ്ഞു. ഞാൻ ഓരോട് ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ, 25 റൂം അങ്ങനത്തെ ഉണ്ടെങ്കിൽ 25 പൈസക്കാർ അത് വാടക കൊടുത്തിട്ടുണ്ട്, ഓനും കുട്ടികളുണ്ട്. 25 റൂം അങ്ങനെ ഉണ്ടെങ്കിലേ അങ്ങാടിയിൽ ബിൽഡിങ്ങിലെ 25 മുതലാളിമാർ ആ കുട്ടികൾക്ക് വാടക കൊടുത്തിട്ടുണ്ടല്ലോ. ആ വാടക വാങ്ങിങ്ങാണ്ടേ അവനാൻ്റെ കുട്ടിക്ക് തിന്നാൻ കൊടുത്തിട്ട് ഓല് സ്വാലിഹാകണം, മരിച്ചോടത്ത് ഓതണം, കബറിങ്ങക്ക് വരണം എന്ന് പറഞ്ഞങ്ങാണ്ട് പള്ളിക്കൊക്കെ 1100 റുപ്യ കൊല്ലത്ത് കൊടുത്തിട്ട് ഒരു കാര്യമില്ല. വരുമാനം പറ്റുമ്പോൾ നോക്കണ്ടേ എങ്ങനത്തെ വരുമാനമാണ് എന്ന്. അപ്പം അങ്ങാടിയിൽ വാടകയ്ക്ക് റൂമുണ്ട് എന്ന് പറയുമ്പോൾ കുട്ടികളെടുത്തു എന്നുള്ളത് ശരിയാണ്. കൊടുത്ത ആളും കൂടി ഉണ്ടല്ലോ, കൊടുത്ത ആളുണ്ടല്ലോ. ആ കൊടുത്ത പൈസ കൊണ്ട് ഓൻ്റെ കുട്ടികളെ നോക്കിയിട്ടുണ്ടല്ലോ, അത് എവിടേക്കെത്തുക? സമൂഹം ഇന്ന് കേടുവരുന്നതിൻ്റെ മർമ്മപ്രധാനമായ കാരണം വരുമാനം കേടുന്നതാണ്, വേറൊന്നുമല്ല. പറയാതിരുന്നിട്ട് എന്താ കാര്യം? പൈസക്കൊരു കുഴപ്പമില്ല കേട്ടോ, പണത്തിന് ഞാൻ അതിലല്ല. എല്ലാവരും നല്ലോണം പൈസ ഉണ്ടാക്കണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. എല്ലാവരും നല്ല പൈസ ഉണ്ടാക്കണം. പൈസക്കല്ല ശരിക്കും കുഴപ്പം. മുഹമ്മദ് നബി പൈസക്കാരനാന്ന് വല്ലുഹായ സൂറത്തിലുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പണക്കാരനായിരുന്നു എന്ന് വല്ലുഹായ സൂറത്തിലുണ്ട്. ആര് തിരഞ്ഞു നോക്കിയാലും കാണും. എവിടെയെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങൾ തിരഞ്ഞു നോക്കിക്കോളി. കണ്ടില്ലെങ്കിൽ അപ്പോൾ ബന്ധപ്പെട്ടാൽ മതി, അതിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വലിയ പൈസക്കാരനായിരുന്നു. പണ്ട് പൈസ കുറവുണ്ടായിരുന്നു, പിന്നെ നിങ്ങൾ വലിയ മുതലാളിയായി എന്ന് വല്ലുഹാ സൂറത്തിൽ. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരിക്കൽ ടെൻഷൻ അനുഭവിച്ചു. ആ സമയത്ത് ഇറങ്ങിയ സൂറത്താണ് വല്ലുഹാ വല്ലൈലി. ഒരു ചെറിയൊരു മാനസിക പ്രയാസം ഉണ്ടായി, ചെറിയൊരു ടെൻഷൻ എന്ന് നമ്മളെ ഭാഷയിൽ പറയാണ്. അതേസമയത്ത് നബിതങ്ങൾ ആപേക്ഷികമായിട്ട് നമ്മൾ മനസ്സിലാക്കിയ ടെൻഷൻ ആയിക്കോണമെന്നില്ല, നമ്മളെ ഭാഷയെ പറയുമ്പോൾ അതാണെന്നേ ഉള്ളൂ. ആ സമയത്ത് നബിതങ്ങൾക്ക് പിന്തുണ കൊടുത്തുകൊണ്ട് ഇറങ്ങിയ സൂറത്താണ് വല്ലുഹാ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ അഖല. ളുഹാ നിസ്കാരത്തിൽ ഈ സൂറത്ത് ഓതുന്ന ആൾക്ക് പൈൽസ് ഉണ്ടാവില്ല എന്ന് തൽസമാത്തിന്റെ കിതാബിലുണ്ട്. ളുഹാ നിസ്കാരത്തിൽ ഈ സൂറത്ത് ഓതുന്ന ആൾക്ക് പൈൽസ് ഉണ്ടാവില്ല. ഒക്കെ കൂടിയും തമ്മിൽ ഇങ്ങനെ കുറേ ബന്ധമുള്ളതായിട്ട് നമുക്ക് മനസ്സിലാവും ഇതെന്നെ സംഗതി. അപ്പോൾ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമാധാനിപ്പിച്ചുകൊണ്ടും നബി തങ്ങൾക്ക് പിന്തുണ കൊടുത്തുകൊണ്ടും ഇറങ്ങിയതാണ് വല്ലുഹാ സൂറത്ത്. അതിൽ നബിയെ നിങ്ങൾ പൈസക്കാരനാന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അവിടുന്ന് ഇങ്ങനെ പിന്നാക്കം പോന്നാൽ ആർക്കാ പൈസ കുറവുണ്ടായിട്ടുള്ളത്?
ഗൗസുൽ സുൽത്താൻ മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹുവിന് 1000 കൊല്ലങ്ങൾക്ക് മുമ്പ് സ്വന്തമായി ചരക്ക് കപ്പലുണ്ടായിരുന്നു. ഒരിക്കൽ മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിനോട് ആൾക്കാർ വന്നിട്ട് പറഞ്ഞു, നിങ്ങളെ കപ്പൽ കൊള്ളക്കാർ പിടിച്ചിട്ടുണ്ട് പറഞ്ഞു. അതിൽ മൂപ്പർ പറഞ്ഞു അൽഹംദുലില്ലാഹ്. പിന്നെ കുറച്ച് കഴിഞ്ഞേക്കിന് ആൾക്കാർ വന്നിട്ട് പറഞ്ഞു, പിന്നെ ആ പിടിച്ച കപ്പൽ നിങ്ങളതല്ല വേറെ ആരതാണ് പറഞ്ഞു. അപ്പോഴും പറഞ്ഞു അൽഹംദുലില്ലാഹ്. അതെന്തിനപ്പോൾ ഞാൻ പറഞ്ഞു എന്നറിയാം, നിങ്ങൾ കപ്പലുണ്ടായിരുന്നു എന്നുള്ളതിന് തെളിവ് പറഞ്ഞതാണ്. ഗൗസുൽ-ആദം 470 ഹിജ്റ 470 മുഹ്യിദ്ദീൻ ഷെയ്ഖിൻ്റെ കാലഘട്ടം. ഹിജ്റ 470 25-ാമത്തെ വയസ്സിൽ ആദ്യമായി കച്ചവടം തുടങ്ങിയിട്ടുണ്ട് മുഹ്യിദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു. 25-ാമത്തെ വയസ്സിലാണ് നാട് വിടുന്നത്. 25 കൊല്ലം ഉമ്മാൻ്റെ അടുത്ത് നാട്ടിലായിരുന്നു. 25 വയസ്സിന് ശേഷം നാട് വിട്ടു. നാട് വിട്ടിട്ട് ആദ്യമായി ആരംഭിച്ചത് കച്ചവടമായിരുന്നു. റോഡ് സൈഡിൽ വെള്ളക്കച്ചവടമായിരുന്നു ആദ്യം തുടങ്ങിയത്. അങ്ങനെ വീണ്ടും 25 കൊല്ലം കച്ചവടവും പഠനവുമായി നടന്നു. 50 വയസ്സ് 40 കൊല്ലം വയല് പറഞ്ഞു, അപ്പോഴും കച്ചവടമുണ്ട്. 90 വയസ്സ് വരെ ജീവിച്ചു. മഹാനായ ഗൗസുൽ-ആദം സുൽത്താൻ മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി 25 ആണ്ടോളം ചുറ്റി നടന്നോവർ ഇരിയെന്നായകൽ കേട്ടാരേയിരുന്നോവർ 40 ആണ്ടോളം വയത് പറഞ്ഞോവർ നന്നായി 90 കൊല്ലം ഇരുന്നോവർ. 90 കൊല്ലം ജീവിച്ചു. 25-ാമത്തെ വയസ്സിൽ കച്ചവടം തുടങ്ങി. നല്ല പൈസക്കാരനായിരുന്നു. പൈസക്കല്ല കുഴപ്പം, പൈസ കൈകാര്യം ചെയ്യുന്ന മനസ്സിനാകുന്നു പ്രശ്നം. പൈസക്ക് എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. പൈസ കൈകാര്യം ചെയ്യണ മനസ്സ് കേടന്നാൽ പൈസ ഉണ്ടായാലും ഇല്ലെങ്കിലും ഒരേ മാതിരിയാണ്. അതുകൊണ്ട് എല്ലാവരും നല്ലോണം അധ്വാനിച്ച് പൈസ ഉണ്ടാക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. പൈസ ഉണ്ടാവണ്ട എന്ന അഭിപ്രായം എനിക്കില്ല. ഉണ്ടാക്കണം, പക്ഷെ എന്താ വെച്ചാൽ സൂക്ഷ്മത പാലിക്കണം. സമ്പത്ത് കേടുവന്നതാണ് ഇന്ന് നമ്മൾ കാണുന്ന എല്ലാ പ്രശ്നത്തിൻ്റെയും കാരണം. എന്താ സമ്പത്ത് കേടുവരാന്ന് പറഞ്ഞാൽ യത്തീമിൻ്റെ മുതൽ അപഹരിച്ചത് ബർക്കത്തുണ്ടാവില്ല. അത് തിന്നാൻ കൊടുത്താൽ കുട്ടികൾ കേടുവരും. വഖഫ് മുതൽ അന്യാധീനപ്പെടുത്തിയത് വല്യാപ്പോ വഖഫ് ചെയ്തു തരുന്നു. പിന്നെ നോക്കുമ്പോൾ റിക്കാർഡൊന്നും കാണാനില്ല. റിക്കാർഡില്ലാതെ തരൂല എന്ന് പറഞ്ഞു. ഉദാഹരണം പറഞ്ഞതാണ് കേട്ടോ. വഖഫ് മുതൽ അന്യാധീനപ്പെടുത്തിയാൽ അതുകൊണ്ട് മക്കൾക്ക് ഭക്ഷണം കൊടുത്താൽ ഒരു നേരാവില്ല. ഇതൊക്കെയാണ് ഇന്നത്തെ പ്രശ്നങ്ങൾ തന്നെ. സ്ത്രീകളുടെ ആഭരണങ്ങൾ സമ്മതമില്ലാതെ എടുത്തത്, സ്ത്രീകളുടെ ആഭരണം സമ്മതമില്ലാതെ എടുത്തുകൊണ്ടേറ്റ് വിറ്റിക്കുക. സ്ത്രീകളുടെ ആഭരണം എടുക്കാം, പക്ഷെ നല്ലോണം സമ്മതം വേണം. വാപ്പ മരിച്ചിട്ട് മുതലോരിക്കുമ്പോൾ അടുക്കളയിൽ നിന്ന് ഉമ്മ വിളിച്ചറിയാണ്, കുട്ടികളെ ഇമ്മാക്ക് റോഡ് സൈഡിൻ്റെ ആ ചാരിയിട്ടൊരു 3 സെൻറ്റും കൂടി ഏറെ അളന്നിട്ടാളി. വാപ്പ പണ്ട് ഖത്തർക്ക് പോയത് ഉമ്മാൻ്റെ മണിക്കാതിലെ വിറ്റിട്ടായിരുന്നു എന്നുള്ള ഓർമ്മ ഉണ്ടായിക്കോട്ടെ കേട്ടോ. എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം? ഖത്തർക്ക് പോകണ അന്ന് മണിക്കാതിലെ കൊടുത്തത് മനസ്സറിഞ്ഞ് തൃപ്തിപ്പെട്ടിട്ടല്ല. ആണെങ്കിൽ ഇപ്പം അതിൻ്റെ കണക്ക് പറയാൻ പാടില്ലല്ലോ. തൃപ്തിപ്പെട്ട് കൊടുത്തതിൻ്റെ കണക്ക് പറയാൻ പാടില്ല. ചില സ്ഥലത്ത് ക്ലാസ് എടുക്കാനോ വായന തരാനൊക്കെ ചെന്നാൽ ആൾക്കാർ വന്നിട്ട് പറയും, ഈ പള്ളിപ്പറമ്പൊക്കെ എൻ്റെ വല്യാപ്പാൻ്റെ വാപ്പ കൊടുത്തതാണ്. ഓൻ്റെ വല്യാപ്പാക്ക് തന്നെ അതിൽ അവകാശമില്ല, വാപ്പാക്ക് തീരെ അവകാശമില്ല, ഓന് തീരെ അവകാശമില്ല. പിന്നെന്താ പറയേണ്ട ആവശ്യം? വല്യാപ്പാൻ്റെ വാപ്പ കൊടുത്തതോടുകൂടി അതിൻ്റെ അവകാശം നീങ്ങി, അതിൻ്റെ മിൽക്ക് അള്ളാഹുവിലേക്ക് നീങ്ങിയിട്ടുണ്ട്. ഓൻ്റെ വല്യപ്പാക്ക് അവകാശമില്ല, വാപ്പാക്ക് തീരെ അവകാശമില്ല, ഓൻ ഒട്ടും അവകാശമില്ല. പിന്നെ എന്തിനത് കാണുന്നവരോടൊക്കെ പറയേണ്ട ആവശ്യം? ഇതൊക്കെയാണ് നമ്മളെ പരിപാടി പറഞ്ഞത്. അതെന്തേ സംഗതി? വല്യാപ്പാൻ്റെ വാപ്പ അന്ന് കൊടുത്തതേ അത്രയിട്ടൊന്നും കൊടുക്കേണ്ടിന്നില്ല എന്ന് മനസ്സിലുള്ള അതാണ് പറഞ്ഞത്. ഇവിടുന്ന് അങ്ങോട്ട് ആ കാണുന്നതൊക്കെ എൻ്റെ വാപ്പ കൊടുത്തത്, വല്യാപ്പ കൊടുത്തതാണ് എന്ന് ആ പറഞ്ഞതിൻ്റെ ഉള്ളിൽ അതിരിക്കുന്നുണ്ട്. എന്ന മാതിരിയാണ് മുതലൊരു വെക്കുമ്പോൾ പെണ്ണുങ്ങളെ വർത്താനം. അപ്പോൾ മനസ്സറിഞ്ഞ് തരാൻ വളരെ പ്രയാസമാണ്. അതേസമയത്ത് മനസ്സറിഞ്ഞ് തന്നതാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, അല്ലെങ്കിൽ അതുകൊണ്ട് എടുക്കും എത്തൂല. ഇതന്നെ സംഗതി.
പലിശയുടെ സമ്പത്ത് കൊണ്ട് ഇടപാട് നടത്തിയത്, പലിശൻ്റെ പൈസ കൊണ്ട് ഇടപാട് നടത്തിയത് ബർക്കത്തുണ്ടാവില്ല. ഇതൊക്കെയാണ് ഇന്നത്തെ പ്രശ്നങ്ങൾ പറഞ്ഞത്. ഇതിപ്പോൾ അങ്ങാടിയിലെ 4 പീഡിയ റൂമും വാടക കിട്ടാനുള്ള 2 കോട്ടേഴ്സും അത്യാവശ്യം ഇങ്ങനെ വട്ടച്ചെലവൊക്കെ നടന്നു പോകാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ മിനി സൂപ്പർ മാർക്കറ്റൊക്കെ കൂടി ആയി വന്നപ്പോഴേക്കേ അറബി ഏകദേശം എത്തിങ്ങാനേ ചേർക്കാൻ പറ്റിയ കോലത്തിലായിട്ടുണ്ട്. മെലിഞ്ഞിട്ട് മേശൻ്റെ അടിയിൽ കൂടെ കൈയിട്ട് വലിച്ചു തരുന്നേ. ഇങ്ങനെ കുട്ടികളെ വരാകാം. അതുകൊണ്ട് വരുമാനം കേടുവന്നതാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം. നിങ്ങൾ അംഗീകരിച്ചാലും വേണ്ടില്ല, അംഗീകരിച്ചില്ലെങ്കിലും വേണ്ടില്ല. ഞാൻ പറയാനുള്ളത് പറയും. വരുമാനം കേടുവന്നതാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം. 5 വക്തിനും പള്ളിക്കണ്ട്, സുബഹിക്ക് മുടങ്ങാതെ ഉണ്ട്. സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് 2 പേജ് ഖുർആൻ ഓതും. അത് കഴിഞ്ഞിട്ട് പോയിങ്ങാണ്ടേ സൂപ്പർ മാർക്കറ്റ് തുറന്നിച്ചിട്ടേ ചൈനയിൽ സാധനം ഇറക്കിയിട്ട് ജപ്പാന്റെ സ്റ്റിക്കർ ഒട്ടിച്ചിങ്ങാണ്ട് വിൽക്കുക. അങ്ങനെ ഉണ്ടാക്കിയ മുതൽ നേരാവൂല, അത് തിന്ന കുട്ടികൾ നേരാവൂല എന്നാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് വരുമാനം നല്ലോണം സൂക്ഷിക്കണം, നല്ലോണം സൂക്ഷിക്കണം. 1000 ഉറുപ്പ്യക്ക് പണിയെടുത്തിട്ട് 990 ഉറുപ്പ്യ വാങ്ങിങ്ങാണ്ട് ജീവിച്ചാൽ ബറക്കത്ത് കൂടുതലാണ്. 1000 ഉറുപ്പ്യക്ക് ജോലി ചെയ്തിട്ട് 1500 ഉറുപ്പ്യക്ക് വാശി പിടിച്ചാൽ ബറക്കത്ത് നഷ്ടപ്പെടും. തരുന്നവന്റെ സംതൃപ്തി വളരെ പ്രധാനമാണ്. പൈസ തരുന്ന ആളെ സംതൃപ്തി വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് എങ്ങനെയാലും ഉണ്ടാക്കിയാൽ മക്കൾ കേടുവരും. ഇന്ന് മുസ്ലിം ഉമ്മത്ത് അനുഭവിക്കുന്ന പ്രയാസങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം 2 എണ്ണമാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഒന്ന് ഹുബ്ബുദ്ദുനിയ, ദുനിയാവിനോടുള്ള സ്നേഹമാകുന്നു. രണ്ടാമത്തേത് കറാഹിയത്തുൽ മൗത്ത്, മരണത്തോടുള്ള വെറുപ്പാകുന്നു. 2 കാരണമാണ്. അസ്രായീൽ അലൈഹിസ്സലാം അങ്ങോട്ട് വന്നിട്ട് അസ്സലാമു അലൈക്കും, ഞാൻ അസ്രായീലാണ്, എന്നെ കൊണ്ടുപോകാൻ വന്നതാണ്, പോകല്ലേ എന്ന് ചോദിച്ചു എന്ന് വിചാരിക്കുക. ആർക്കെപ്പോഴും സംഭവിക്കാമെന്നാണല്ലോ. അസ്സലാമു അലൈക്കും, ഞാൻ അസ്രായീലാണ്, പോകല്ലേ എന്ന് ചോദിച്ചാൽ എന്തേക്കാരം നമ്മളെ മറുപടി? വേണ്ട, നമ്മൾ വെറുതെ സങ്കല്പിക്കുക, നാളെ ഈ നേരം ആകുമ്പോഴത്തിന് വന്നോളി, അപ്പോത്തിന് റെഡിയാകാം എന്നെങ്കിലും പറയാവുന്ന ഒരു അവസ്ഥ നമുക്കുണ്ടോ? അങ്ങനെ ഒരു അവസരം ഉണ്ടാവില്ല എന്നുള്ളതല്ല, എന്നാലും ഒന്ന് ആലോചിച്ച് നോക്കി. നിങ്ങളിപ്പോൾ അങ്ങനെ പെട്ടെന്ന് വന്നാൽ എങ്ങനെ? നാളെ ഈ നേരം ആര്യസ്കാരം കഴിയുമ്പോഴത്തിന് വന്നോളി, അപ്പോത്തിന് ഞാനൊക്കെ ഒന്ന് ലെവലാക്കാം. വേണ്ട, അടുത്ത വെള്ളിയാഴ്ച രാവിലെ വന്നോളി, അപ്പോത്തിന് ഞാൻ റെഡിയാകാമെന്ന് പറയാൻ നമുക്ക് കഴിയോ? വേണ്ട, അടുത്ത മാസം ഈ ഡേറ്റിന് വന്നോളി, അപ്പോത്തിന് ഞാൻ ഒക്കെ ഒരു ലെവലിലെത്തിക്കാം എന്ന് പറയാൻ കഴിയോ? അതും വേണ്ട, അടുത്ത കൊല്ലം ഈ തീയതിക്ക് വന്നോളി എന്ന് പറയാനെങ്കിലും തയ്യാറുണ്ടോ? ഇല്ല. അള്ളാഹുവിൻ്റെ ആൾ ആരാണ് എന്നതിന് സൂറത്തുൽ ജുമയിൽ ഒരു അടയാളം പറയുന്നുണ്ട്. ആളുകൾ പറയും, ഞാൻ അള്ളാഹിൻ്റെ ആളാണ്, പടച്ചോൻ്റെ ആളാണ്, പടച്ചോൻ എന്നോടും നല്ല ഇഷ്ടമാണ്, എനിക്ക് പടച്ചോനൊന്നോടും നല്ല ഇഷ്ടമാണ് എന്നൊക്കെ പറയും ചില ആൾക്കാർ. അള്ളാഹുവിൻ്റെ ആളുകളെ തിരിച്ചറിയാൻ ഒരടയാളമുണ്ട്. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ജുമയിൽ പറഞ്ഞിട്ടുണ്ട്. ആ അടയാളം നബിയെ നിങ്ങൾ അവരോട് പറയുക, ഫതമന്നഉൽ മൗത ഇൻ കുന്തും സാദിഖീൻ. അള്ളാഹുവിൻ്റെ ആളുകളാണ്, റബ്ബാനിയാക്കളാണ്, റബ്ബിൻ്റെ ആളുകളാണ് എന്ന് പറയുന്ന ആളുകളോട് നബിയെ നിങ്ങളൊന്ന് പറയൂ, ഫതമന്നഉൽ മൗത, എന്നാ അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് മരിക്കാൻ തയ്യാറായി കാണി എന്ന് പറഞ്ഞു നോക്കിയാൽ അറിയാം എന്താണ് അവരുടെ അവസ്ഥ എന്ന്. അതുകൊണ്ട് 2 കാര്യങ്ങളാണ്. ഒന്ന് ഹുബ്ബുദ്ദുനിയ, ദുനിയാവിനോടുള്ള അമിതമായ പ്രേമം. ദുനിയാവ്, ഇത് പറഞ്ഞതിന് ദുനിയാവ് വേണ്ടാന്ന് ഒരിക്കലും അർത്ഥമില്ല കേട്ടോ. അതുക്കേല് ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. സുഹദ് എന്ന് പറഞ്ഞാൽ മുതൽ ഇല്ലാതിരിക്കലല്ല, മുതലുമായി ഖൽബിന്റെ ബന്ധം ഇല്ലാതിരിക്കലാകുന്നു എന്ന്. സത്യത്തിൽ സമ്പത്തിനേക്കാൾ നമ്മൾ ഭയപ്പെടേണ്ടത് ഫഖറാണ്. നിങ്ങൾ എന്നെ കേൾക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു, നിങ്ങൾ എന്നെ കേൾക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഒരു ഹർക്കത്തുമില്ല. നിങ്ങൾ എന്നെ കേൾക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഉണ്ട്. എന്നാ എല്ലാവരും എൻ്റെ ഒപ്പം ഒരു യാ നബി ചൊല്ലിട്ടോ. യാ നബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും,
യാ ഹബീബ് സലാം അലൈക്കും സലവാത്തുല്ലാഹ് അലൈക്കും അശ്റഖൽ ബദ്റു അലൈനാ فاختفت منه البدور مثل حسنك ما رأينا قط يا وجه سروري يا نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم صلوات الله عليكم മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് ഇന്നത്തെ ഉമ്മത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് വന്നിട്ടുള്ളത് വരുമാനം കേടുവന്നതാണ്, സമ്പത്ത് കേടുവന്നതാണ്. മഖ്ദൂം റളിയല്ലാഹു അൻഹു സുഹ്ദ് എന്നാൽ എന്താണെന്ന് പറയുമ്പോൾ അതുക്കിയൽ പറഞ്ഞിട്ടുണ്ട്, സുഹ്ദ് എന്നാൽ പണം ഇല്ലാതിരിക്കലല്ല, പണവുമായി ഖൽബിൻ്റെ ബന്ധമില്ലാതിരിക്കുന്നതിനാണ് സുഹ്ദ് എന്ന് പറയണത്. അത് പറഞ്ഞപ്പോൾ ഞാനൊരു കാര്യം പറഞ്ഞു, പണത്തേക്കാൾ ബുദ്ധിമുട്ടുള്ളതാണ് ഫഖർ, ദാരിദ്ര്യം. ഫഖർ രണ്ടർത്ഥത്തിലുണ്ട്, ദാരിദ്ര്യം എന്ന അർത്ഥത്തിലുണ്ട്. വേറൊരു ഫഖർ ഉണ്ട്, സൂഫി ഇസ്തിലാഹിൽ വരുന്ന ഒരു ഫഖർ ഉണ്ട്. അതിൻ്റെ അർത്ഥം പൈസ ഇല്ലാത്തതെന്നല്ല. ഇപ്പോൾ ബഹുമാനപ്പെട്ട വീരാനൗലിയ പാപ്പാനെ എന്ത് പറയും? അജ്മീർ ഫഖീർ എന്ന് പറഞ്ഞാൽ പൈസ ഇല്ലാത്ത വീരാനൗലിയ പാപ്പ എന്നല്ല അതിൻ്റെ അർത്ഥം. അങ്ങനെ നമുക്ക് തോന്നും. അതൊരു സൂഫി ഇസ്തിലാഹാണ്. അവിടെ ഫഖർ എന്ന് പറയുന്നത് അള്ളാഹു അല്ലാത്ത എല്ലാത്തിനെ തൊട്ടും ആശ മുറിഞ്ഞിട്ടുള്ള ദാരിദ്ര്യമാണ്. അതാണ് അവിടുത്തെ ഒരു സൂഫി ഇസ്തിലാഹാണ് ആ ഫഖർ. തസൗഫിൻ്റെ അഹലുകാർക്ക് പറയപ്പെടുന്ന ഒരു പേരാണ് ഫഖീർ എന്നത്. അതും ഈ പറഞ്ഞ ഫഖീർ ഒന്നല്ല. ഫഖർ എന്ന് പറയുന്നത് കുഫ്രിയത്തിലേക്ക് വരെ പോകുമെന്നാണ്. കാദൽ ഫഖ്റു അൻ യകൂന കുഫ്റ ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാദൽ ഫഖ്റു അൻ യകൂന കുഫ്റ എന്നാണ്. ദാരിദ്ര്യം എന്ന് പറയുന്നത് കാഫിറാക്കാൻ പോന്നതാണ്. ദാരിദ്ര്യം ഒരു മനുഷ്യൻ്റെ അഭിമാനം കളയുമെന്നാണ്. ദാരിദ്ര്യം മനുഷ്യൻ്റെ അഭിമാനം കളയും. 25,000 പള്ളിക്ക വന്നിട്ട് ഒരു പൈസക്കാരൻ സക്കാത്ത് ഇങ്ങനെ കൊടുക്കുകയാണ്. അപ്പോൾ ഫക്കീർ എന്ത് ചോദിച്ചാൽ ഓൻ്റെ മുമ്പ് ചെന്നിട്ട് ഇങ്ങനെ തല ചൊറി. അതേ സമയത്ത് മിസ്കീൻ എന്ന് പറഞ്ഞൊരു വിഭാഗമുണ്ട്. ഫക്കീറിൻ്റെ മേലുള്ളതാണ് മിസ്കീൻ. മിസ്കീൻ എന്ന് പറയുന്ന ആള് ബെൽറ്റിൻ്റെ ഓട്ട ഇപ്പുറത്തേക്ക് കുത്തിയിട്ട് ഒപ്പിക്കും, എന്നാലും ഒരാളോട് ചോദിക്കൂല. അയാൾക്കാണ് എന്ത് പേര്? മിസ്കീൻ. മിസ്കീൻ അഭിമാനിയായിരിക്കും, ഫക്കീർ അഭിമാനമില്ലാത്തവനായിരിക്കും. ഫക്കീർ വന്നാണ്ട് ഇങ്ങനെ പറയുന്നത്, കഴിഞ്ഞ കൊല്ലത്തെ റമദാനിൽ ഇപ്പം നമുക്ക് 25,000 കാണാൻ പറ്റിയില്ല, കൊറോണയൊക്കെ ആയതുകൊണ്ട് വരാൻ പറ്റിയിട്ടില്ല, അതുകൊണ്ട് ഞാൻ ഇക്കൊല്ലത്തെ 25,000 നേരത്തെ പോകുന്നതാണ്, നിങ്ങൾ അതും കൂടിയും കൂട്ടി തന്നാളി അറിയും. ആര്? ഫക്കീർ. അതേസമയത്ത് മിസ്കീൻ എന്താ കേട്ടോ, നിങ്ങൾ എന്തേലും കൊടുക്കാൻ വേണ്ടി ഒരുങ്ങുന്നുണ്ട് എന്ന് തോന്നിയാൽ അപ്പുറത്തെ വായിൽ കൂടെ ഇറങ്ങും. ഓനാ കൊടുക്കേണ്ടത്, ഓനാണ് കൊടുക്കേണ്ടത്. അതാണ് മിസ്കീൻ. അതുകൊണ്ട് ഫക്കീർ ഭയപ്പെടേണ്ടതാണ്. ഫക്കീർ കാഫിറാകും, ഓന അഭിമാനം ഒന്നും ഉണ്ടാവില്ല, ഒരു അഭിമാനം ഉണ്ടാവില്ല. ഫക്കീർ ഭയപ്പെടേണ്ടതാണ്. ഫക്കീറായി തുടരുന്നതിൻ്റെ പിന്നിലൊരു കാരണമുണ്ട് എന്നാണ്. അവൻ ഫക്കറിനെ ഇഷ്ടപ്പെടുന്നു എന്ന കാരണമുണ്ട് എന്നാണ്. നിങ്ങൾക്ക് ഇന്നെ മനസ്സിലാകാനുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അതായത് 25,000 ഇങ്ങനെ നടന്നുങ്ങാണ്ട് കുറേ സക്കാത്തൊക്കെ കിട്ടി, കുറേ ആൾക്കാരൊക്കെ ഇങ്ങനെ കൊടുത്തു, കുറച്ച് കായൊക്കെ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. അപ്പം ഇങ്ങനെ കക്കൂസ് പോയിരുന്നുങ്ങാണ്ട് ഇങ്ങനെ എണ്ണി നോക്കി ഇത്ര ഉണ്ട് എന്ന്. വലിയൊരു മോശമല്ല, എന്നാലും കരുദ്യമായിരൊന്നും ആയിട്ടില്ല. അപ്പോൾ കീശയൊക്കെ വെച്ചിങ്ങാണ്ട് മൂപ്പര അവിടെ നിന്ന് ഇറങ്ങിങ്ങാണ്ട് ദോരക്കാണ്, പഠിച്ചോനെ ഈ കൊല്ലത്തെ 25,000 ഏതായാലും കൊറോണ നക്കിയല്ല അല്ലാ, അടുത്ത കൊല്ലത്തെ 25,000 കുറച്ച് തോന സക്കാത്ത് തരണേ അല്ലാ. എന്താ അതിൻ്റെ അർത്ഥം? അടുത്ത കൊല്ലത്തെ 25,000 ഇന്നെ തെണ്ടിയാക്കണേ എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. എന്താ ഓനെ നേരെ തിരിച്ചോണ്ട് വരുന്നൂടെ?
ഓന് ഈ സക്കാത്ത് തോനെ കൊടുക്കാൻ നിൽക്കണ്ടല്ലോ, അള്ളാഹ്ക്ക് ഓന ആദ്യം തന്നെ നേരം കൊടുത്തൂടെ? സക്കാത്തായിട്ട് കൊടുക്കേണ്ട ഒരു കാര്യമൊന്നുമില്ലല്ലോ, ഓനെ തിരിച്ചു തരുന്നാൽ മതിയല്ലോ. പഠിച്ചോനെ അടുത്തല്ലത്തെ 25,000 എല്ലാവർക്കും കുറച്ച് സക്കാത്താണ് കൊടുക്കാനുള്ള ഒരു അവസരം എനിക്ക് തരണേ എന്ന് പറഞ്ഞാൽ അള്ളാഹ് ചോദിച്ചു, ആടാ ഇജ് അതൊക്കെ ചോദിച്ചാൽ മാത്രം ആയോ? അത് ശരി, കയറി മുറത്ത് കയറി കൊത്തിലൊടുങ്ങിയില്ലേ ജി എന്നൊക്കെ അള്ളാഹ് പറയോ? പറയില്ല. അങ്ങനെ ഒരു മനുഷ്യൻ ചോദിച്ചാൽ അള്ളാഹ്ക്ക് ഓനോട് നല്ല ഇഷ്ടമാണെന്ന് മാത്രമല്ല, ഓൻ അടുത്തല്ല അങ്ങനെ ആക്കി കൊടുക്കും. അപ്പം എന്താ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഫക്കീറായി തുടരുന്നതിൻ്റെ പിന്നിൽ ദാരിദ്ര്യത്തെ അവൻ ഇഷ്ടപ്പെടുന്നു എന്ന ഒരു കാരണം കിടക്കുന്നുണ്ട്. ദാരിദ്ര്യത്തെ ആരും ഇഷ്ടപ്പെടാൻ പാടില്ല. അതുകൊണ്ട് നല്ലോണം അധ്വാനിക്കണം. അപ്പോൾ ചില ആൾക്കാർ ഇങ്ങനെ പറയും, ഇപ്പോൾ പിന്നെ ഞാൻ പണിക്കൊന്നും പോണില്ല, ചെറുക്കന്മാരിപ്പോൾ 2 അപ്പുറത്തുണ്ട്, ഒരാൾ ഇപ്പുറത്തുണ്ട്, പിന്നെ ഇപ്പോൾ ഞാൻ പിന്നെ ഒന്നും പോണില്ല അറിയും. എൻ്റെ അഭിപ്രായം എങ്ങനെ വെച്ചാൽ, ജോലി ഉള്ളിടത്തോളം കാലം ജോലി ചെയ്യണം, ആരോഗ്യമുള്ളിടത്തോളം കാലം ജോലി ചെയ്യണം. ജോലി ഉള്ളിടത്തോളം കാലം, ആരോഗ്യമുള്ളിടത്തോളം കാലം ജോലി ചെയ്യണം. ആരാ എൻ്റെതിനെ ആശ്രയിക്കരുത്, അത് അവനാൻ്റെ മക്കളാണെങ്കിലും ശരി. വേറെ വഴിയൊന്നും ഇല്ലെങ്കിൽ ആയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. അതെന്തുകൊണ്ട് നമ്മളങ്ങനെ ചിന്തിക്കണവർ? അങ്ങനെ നമ്മൾ ചിന്തിക്കുന്നതിനൊരു കാരണമുണ്ട്. അങ്ങനെ ചിന്തിക്കുന്നതിൻ്റെ കാരണം വരുമാനത്തിൻ്റെ യഥാർത്ഥ ഉപയോഗം എന്താണെന്ന് അറിയാതെ പോയതാണ്. നമ്മൾ വിചാരം മുതൽ എന്ന് പറഞ്ഞാൽ ആശുപത്രി കൊടുക്കാൻ, അതേമാതിരി ചോറ് കഴിക്കാൻ, അതേമാതിരി കോഴി വാങ്ങാൻ ഒക്കെ ഉള്ളതാണ് പൈസ എന്ന് അങ്ങനെ വിചാരിച്ചിട്ടാണ് ഈ പ്രശ്നം പറ്റിയത്. ഭക്ഷണത്തിന് ശരിക്കും പൈസ വേണ്ട. ഭക്ഷണത്തിന് പൈസ ഉണ്ടല്ലോ. എനിക്കിപ്പോൾ ഞാൻ വൈകുന്നേരം എന്തൊക്കെയാണെന്ന് അറിയാം നിങ്ങൾക്ക്? പത്തിരി. അള്ളാഹു ഭക്ഷണം നൽകിയവർക്ക് സ്വർഗീയ ഭക്ഷണം കൊടുക്കട്ടെ. പിസ്കണ്ട ആമീൻ പറഞ്ഞോളി. അള്ളാഹു ഭക്ഷണം തന്നവർക്ക് സ്വർഗീയ ഭക്ഷണം കൊടുക്കട്ടെ. എനിക്കിന്നിപ്പോൾ വൈകുന്നേരത്തെ എന്തൊക്കെയാണ് ഭക്ഷണം എന്നറിയങ്ങൾ? ചപ്പാത്തി, പത്തിരി, വെള്ളറക്കിക്കോളി, ദോശ, കോഴി, ആട്, പച്ചക്കറി, ഫ്രൂട്ട്സ്, ചെന്നേക്കിന് മുന്തിരി ജ്യൂസ്. ഒറ്റ പൈസൻ്റെയും ചിലവില്ല. തിന്നാൻ പൈസ വേണ്ട. അത് നമുക്ക് വെറുതെ അബദ്ധം പറ്റിയതാണ്. ഭക്ഷണത്തിന് പൈസ ഉണ്ടല്ലോ. തൗഫീഖ് ഉണ്ടാവുകയാണ് പ്രധാനം. തൗഫീഖ് ഉണ്ടെങ്കിൽ സമയാസമയം സാധനം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. തൗഫീഖ് ഇല്ലെങ്കിൽ അരിക്കച്ചവടം ഉണ്ടായിട്ടും കാര്യമില്ല, ചങ്ക് കൂടെ കീപ്പട്ടാണ്ട് പോവില്ല. 3 മാസമായി വാപ്പ അന്നം വെള്ളം ഇറങ്ങാതെ ആശുപത്രി കിടക്കാൻ തുടങ്ങിയിട്ട് കുട്ടികൾ 4 ആളോട് പറയുന്നുള്ളതല്ലാതെ ചങ്ക് കൂടെ കീപ്പട്ടാണ്ട് ഇറങ്ങൂല. തൗഫീഖാണ് വളരെ പ്രധാനം. അതുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ പൈസ വേണ്ട. പിന്നെ നമ്മൾ വിചാരം എന്താ വെച്ചാൽ ആശുപത്രി കൊടുക്കാൻ. ഞാൻ ഹജ്ജിന് പോയ സമയത്ത് ഒരാളുണ്ടായിരുന്നു, ചാവക്കാട്ടുകാരൻ ഒരാളുണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ. അപ്പം ഞങ്ങളിങ്ങനെ തമാശക്ക് ഇങ്ങനെ പറയും, കാര്യം പറയും, ഇങ്ങനെ വർത്താനം പറയുന്നതിനിടയിൽ ഞാൻ പറഞ്ഞു, ഉസ്മാൻ റളിയല്ലാഹുവിനെ പോലെയുള്ള ആളുകളൊക്കെ മിസ്കീനാവാൻ വേണ്ടി ദ്വാരന്നിട്ടുണ്ട്. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുമ്മ അഹ്യിനി മിസ്കീനൻ വഅമിത്നി മിസ്കീനൻ വഅശ്റുനി ഫീ സുംറത്തിൽ മസാക്കീൻ എന്ന് ദ്വാരന്നിട്ടുണ്ട്. അതുകൊണ്ട് അള്ളാഹു നമ്മളെല്ലാവരും മിസ്കീന്മാരാക്കി തരട്ടല്ലേ എന്ന് പറഞ്ഞു. ഞാൻ അതിൽ മൂപ്പരിനോട് പറഞ്ഞു, ഉസ്താദെ അങ്ങനെ പറയരുത് കേട്ടോ, ഒരാശുപത്രി കേസ് വന്നാൽ നമ്മൾ എന്താ കാട്ടുക എന്ന് ചോദിച്ചു. ആ ആശുപത്രി കേസ് വരാതിരുന്നാൽ പോരെ, അതാണല്ലോ ആലോചിക്കേണ്ടത്. മനസ്സിലായില്ലല്ലോ പടച്ചോനെ? മനസ്സിലായിട്ടില്ലേ? അതായത് ജിദ്ദയിൽ കഫ്തീരിയയിൽ ജോലി ചെയ്യാണ്. 1500 റിയാൽ ശമ്പളമുണ്ട്. കൊറോണ വന്നപ്പോൾ കച്ചവടമൊക്കെ വളരെ കുറവായി. അപ്പോൾ മുതലാളി പറഞ്ഞു, ജങ്ങനയിലും നിൽക്ക്, നമുക്ക് കൊറോണയൊക്കെ മാറി കച്ചവടം ഉഷാറാവും എന്ന് പറഞ്ഞു. ഓൻ പറഞ്ഞു, എനിക്ക് 2000 റിയാൽ കിട്ടിയില്ലെങ്കിൽ ഞാൻ നിൽക്കൂല, ഹുറൂജ് അടിച്ചെന്നാൽ ഞാൻ പോകുകയാണ് പറഞ്ഞു. മുതലാളി ആകെ സ്വീപ്പായി. കാരണം ഓനാണ്ട് പോയാൽ കഫ്തീരിയാണ് പൂട്ടേണ്ടി വരും എന്നുള്ളത് ഉറപ്പാണ്. ഓൻ പറഞ്ഞു, മുതലാളി പറഞ്ഞു, ഞാൻ എന്തടങ്ങേറ് സഹിച്ചിട്ടാണെങ്കിലും 1500 എനിക്ക് മുടങ്ങാതെ തരാം, ഇജൊന്ന് നിൽക്കുക പറഞ്ഞു. നിൽക്കൂല, ഞാൻ പോവുകയാണ്. ഒരാശുപത്രി കേസ് വന്നാൽ എന്താ കാട്ടെ, എനിക്ക് 2000 എന്തായാലും വേണമെന്ന് പറഞ്ഞു. അവസാനം ഗത്യന്തരമില്ലാതെ വന്നപ്പോൾ മുതലാളി പറഞ്ഞു, എന്നാ ശരി 2000 എങ്ങനെയും നിൽക്കുക എന്ന് പറഞ്ഞുങ്ങാണ്ട് 2000 അങ്ങോട്ട് തന്നാൽ 500 ദിർഹം എല്ലാ മാസവും ആശുപത്രിക്കാണ് മാറ്റി വെച്ചാൽ. എന്താ കാരണം? ഈ വരുമാനം ആശുപത്രിയിലേക്കാണ് എന്നവൻ ആദ്യം കരുതിയിട്ടുണ്ട് എന്നുള്ളതാണ് കാരണം. ഇതാണ് സംഗതി. അപ്പോൾ വരുമാനത്തിൻ്റെ മുതലിൻ്റെ യഥാർത്ഥ ഉപയോഗം എന്താണെന്ന് നമുക്ക് അറിയാത്തതാണ് ജോലിക്ക് പോകാത്തതിൻ്റെ കാരണം, വരുമാനം ആഗ്രഹിക്കാത്തതിൻ്റെ കാരണം, കുട്ടികളൊക്കെ വലുതായപ്പോൾ ഞാൻ നിർത്തുകയാണ് എന്ന് പറഞ്ഞതിൻ്റെ കാരണമൊക്കെ അതാണ്.
ഇതൊന്നുമല്ല ശരിക്ക് മുതലിൻ്റെ യഥാർത്ഥ ഉപയോഗം. ഇതൊക്കെ തൗഫീഖ് ഉണ്ടെങ്കിൽ കിട്ടുന്നതാണ്. മുതലിൻ്റെ യഥാർത്ഥ ഉപയോഗം എന്ന് പറയുന്നത് ദാനം കൊടുക്കലാണ്, സദഖ കൊടുക്കലാണ്, ധർമ്മം കൊടുക്കലാണ്. അതിന് അവനാൻ്റെ പൈസ തന്നെ വേണം. മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ വാപ്പ കാട്ടിൽ പോയി മരം വെട്ടിയിട്ട് വിറക് വെട്ടിയിട്ട് കൊണ്ടുവന്ന് അങ്ങാടിയിൽ കൊണ്ടുവന്ന് വിൽപ്പന നടത്തിയിട്ട് ഉണക്ക റൊട്ടി വാങ്ങിക്കഴിച്ചിട്ട് ബാക്കി പൈസ സ്വതക്ക ചെയ്യൽ സ്ഥിരമായി പതിവാക്കിയ ആളായിരുന്നു. മനസ്സിലായില്ല? അതിൻ്റെ ഇടയിൽ കൂടെ പോയോ? ഇല്ലല്ലോ. കാട്ടിൽ പോയി വിറക് വെട്ടി കൊണ്ടുവന്നിട്ട് വിറ്റിട്ട് ഉണക്ക റൊട്ടി വാങ്ങിയിട്ട് ബാക്കി സ്വതക്ക കൊടുക്കും എല്ലാ ദിവസവും. എന്തിനാ ജോലിക്കോണേ? സ്വതക്ക കൊടുക്കാൻ ജോലിക്ക് വരുന്ന ആളാണ് മുഹ്യിദ്ദീൻ ശൈഖിൻ്റെ വാപ്പ, ബഹുമാനപ്പെട്ട അബൂ സ്വാലിഹ് റളിയല്ലാഹു അൻഹു. മഹാനവറുകൾ അബൂ ഹനീഫ ഇമാമിൻ്റെ വാപ്പയാണ് എന്നും അഭിപ്രായമുണ്ട്. ഏത് അഭിപ്രായം പരിഗണിച്ചാലും ഓലൊക്കെ എന്തുകൊണ്ടേ വലുതായത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് പണത്തിൻ്റെ യഥാർത്ഥ ഉപയോഗം എന്താണെന്ന് നമുക്കറിയാതെ പോയിട്ടുണ്ട്. അതുകൊണ്ട് എന്തിന് പൈസ ഉണ്ടാക്കണം? മുതലുണ്ടാകാനുള്ള ദുആ എങ്ങനെ? മുതലുണ്ടാകാനുള്ള ദുആ അല്ലാ പഠിച്ചോനെ എനിക്കൊരുപാട് പൈസ തരണേ അല്ലാ എന്നല്ല. പൈസ ഉണ്ടാകാനുള്ള ദുആ എങ്ങനെ? അല്ലാഹുവേ എനിക്ക് ധാരാളം സക്കാത്തും സ്വതക്കയും കൊടുക്കാൻ അവസരം നൽകണേ അല്ലാ. അതാണ് പൈസ ഉണ്ടാകാനുള്ള ദുആ. ദ്വാരന്നോയിക്കോളി നിങ്ങൾ ഉണ്ടാവും. ഒറിജിനൽ ദുആ ദ്വാരന്ന ഉണ്ടാവും. അതാണ് പൈസ ഉണ്ടാകാനുള്ള ദുആ. അപ്പോൾ പണത്തിൻ്റെ യഥാർത്ഥ ഉപയോഗം എന്താണെന്ന് പോലും നമുക്കറിയാതെ പോകുന്നുണ്ട്. അതുകൊണ്ട് ദാരിദ്ര്യം ഭയപ്പെടേണ്ടത് തന്നെയാണ്. അതുകൊണ്ട് എല്ലാവരും നന്നായിട്ട് അധ്വാനിച്ച് ഹലാലും ത്വയ്യിബുമായ വഴിയിലൂടെ നന്നായി സമ്പാദിക്കണം. എല്ലായിടത്തും നല്ലോണം പൈസ വേണം എന്ന അഭിപ്രായത്തോട് ഞാൻ യോജിക്കുന്നു. അതിന് ഞാൻ പിന്തുണക്കുന്നു, അതിന് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു. പക്ഷേ ഇന്നത്തെ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നമായി മാറിയിട്ടുള്ളത് അതിരുവിട്ട വരുമാനമാണ്. എങ്ങനെയും പൈസ ഉണ്ടാക്കുക എന്നുള്ളിടത്ത് നമ്മളെത്തി. എങ്ങനെ ഉണ്ടാക്കുക, ഏത് രൂപത്തിൽ ഉണ്ടാക്കുക എന്നുള്ളതിലെത്തി. ഡേറ്റ് കഴിയുമ്പോൾ ഡേറ്റ് കഴിയാൻ പോണ സ്റ്റിക്കറിൻ്റെ അവിടെ അങ്ങോട്ട് ചീന്തിട്ടിങ്ങാണ്ട് പിന്നെയും വെക്കും. തന്നെ ഡേറ്റ് കഴിയാൻ പോവുകയാണ്, അപ്പോൾ ആ ഡേറ്റ് അടയാളപ്പെടുത്തി അവിടെ അങ്ങോട്ട് ചീന്തിട്ടുകൊണ്ട് പിന്നെയും വെക്കുക. തന്നെ ഭക്ഷണ സാധനം കൈകാര്യം ചെയ്യുന്നവരാണ് കൂടുതൽ സൂക്ഷിക്കേണ്ടത്. ഹോട്ടൽ നടത്തുന്നവർ, ബേക്കറി നടത്തുന്നവർ, കൂൾ ബാർ നടത്തുന്നവർ, അച്ചാർ കമ്പനി നടത്തുന്നവർ, മീൻ കച്ചവടം ചെയ്യുന്നവർ, ഇറച്ചി കച്ചവടം ചെയ്യുന്നവർ, ഇങ്ങനെ ഭക്ഷണവുമായി കൈകാര്യം ചെയ്യുന്നവർ കൂടുതൽ സൂക്ഷ്മത പാലിക്കണം. വേഗ അബദ്ധം വരാൻ സാധ്യതയുള്ളത് അതിലാണ്. മക്കൾ വേഗത്തിൽ കേടുവരാ ഭക്ഷണം. എന്നാലോ നേരംഗത്തിൽ ചെയ്താൽ ഇത്ര നല്ലൊരു അമല് വേറില്ല. അതെന്താ വെച്ചാൽ നല്ലത് കേടെന്നാലാണ് പറ്റരപ്പാകുക. എത്തിങ്ങാനെന്ന് ചാടിപ്പോന്നാൽ കഞ്ചാവ് കച്ചവടം ഉറപ്പാണ്. ഈ കഞ്ചാവ് കച്ചവടം ചെയ്യുന്ന ആൾക്കാരൊക്കെ പേരുകൾ വരുമ്പോൾ പത്രങ്ങളിൽ ഇങ്ങനെ വരുമ്പോൾ അറബി അക്ഷരം ചേർത്ത് വെച്ച ഒന്ന് രണ്ടെണ്ണമൊക്കെ ഉണ്ടാവുമല്ലോ. അതിൻ്റെയൊക്കെ ഹിസ്റ്ററി പഠിച്ചു നോക്കിയാൽ അറബി കോളേജിൽ നിന്ന് ചാടിയത്, എത്തിങ്ങാനെന്ന് ചാടിയത്, ബോർഡിങ്ങിൽ നിന്ന് ചാടിയത്, ദർസിൽ നിന്ന് ചാടിയത്, അങ്ങനെ ഈ കാരം. നല്ലത് കേടെന്നാൽ പറ്റരപ്പാവും. നാട്ടിൽ കല്യാണമുള്ള ദിവസം പള്ളിക്കത്തെ മൂത്രപ്പരയിലെ അസ്ർ നിസ്കാരത്തിന് പോയാൽ പ്രത്യേക വാസന ഉണ്ടാവും, ബിരിയാണി നിന്നിട്ട്. നല്ലത് കേടെന്നാൽ പറ്റരപ്പാണ്. അത് ശരി. അവിടെ പെണ്ണുങ്ങൾ എന്താ വേറെ ക്ലാസ് എടുക്കുന്നുണ്ടല്ലേ? ആ സ്കൂളിൻ്റെ സ്കൂൾ തന്നെയല്ലത്, സ്കൂളിൻ്റെ വരാന്തയിലുള്ള പെണ്ണുങ്ങൾ അവിടെ ആരോ വേറെ ക്ലാസ് എടുക്കുന്നുണ്ട്. മയ്യത്ത് പരിപാലനത്തിൻ്റെ ക്ലാസ് ആണോ എന്നറിയില്ല, അതാ വേറെ എന്തേലും ആണോ എന്താ അറിയില്ല. എന്താ പോലെ അവിടെ എന്താ വേറെ ക്ലാസ്. ഞാനിവിടെ വന്നപ്പോൾ പിന്നെ അൽഹംദുലില്ലാ ഇവിടുത്തെ മുത്തഅല്ലിമീങ്ങളെ കണ്ടു, വളരെയധികം സന്തോഷം. നാട്ടുകുട്ടികളാണെന്ന് അറിഞ്ഞപ്പോൾ അതിലേറെ സന്തോഷം. എന്നെ എല്ലാവരും മൂല്യന്മാരാണ്ട, പക്ഷെ മൂല്യന്മാർ വേണമല്ലോ. ഒരു കുടുംബത്തിൽ ഒരാൾ മൂല്യരുണ്ടാകണം. ഇപ്പം ഇനിയിപ്പോൾ ഈ വേനൽക്കാലമൊക്കെ ആയാൽ എല്ലായിടത്തും കുടുംബസംഗമം ഉണ്ടാവും. വേനൽക്കാലമായാൽ മൊത്തം കുടുംബസംഗമേക്കാരം. കുടുംബസംഗമം നല്ലതാണ്, അതിന് രണ്ട് കുഴപ്പമുണ്ട്, പക്ഷേ ഒരുപാട് ഗുണമുണ്ട്. കുടുംബസംഗമത്തിൽ പ്രധാനമായും ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മളെ കുടുംബത്തിൽ ഞാനാ ഇല്ലാത്തതെന്നാണ്. കുടുംബത്തിലൊരു ഡോക്ടർ ഉണ്ടാവണം, കുടുംബത്തിലൊരു എൻജിനീയർ ഉണ്ടാവും, കുടുംബത്തിലൊരാൾ പോലീസുകാരനാവണം, കുടുംബത്തിലൊരാൾ കസ്റ്റംസ് ഉദ്യോഗസ്ഥൻ ഉണ്ടാവണം, കുടുംബത്തിൽ ഒരാൾ പഞ്ചായത്ത് ഓഫീസർ വേണം, ഒരാൾ വില്ലേജ് ഓഫീസർ വേണം, കുടുംബത്തിൽ ഒരാൾ മയ്യത്ത് കേൾക്കാൻ പറ്റിയ മൂല്യരും വേണം. കല്യാണത്തിന് നിശ്ചയത്തിൻ്റെ സമയത്തിന് നീച്ചെന്നുകാണ്ട് നമ്മൾ അങ്ങനെ ആക്കല്ലേ, ഇങ്ങനെ ആക്കല്ലേ. അൽ ഫാത്തിഹ എന്ന് നീച്ചെന്നുകാണ്ട് ചുളി നീർന്ന് പറയാൻ പറ്റിയ ഒരാൾ എല്ലാ തറവാട്ടിലും വേണമെന്ന്, അതാണ് ഇപ്പോൾ ഈ പറയണത്. തെക്കേതിലെ തറവാട്ടിലും വേണം, വടക്കേതിലെ തറവാട്ടിലും വേണം,
കിഴക്കേതിലെ തറവാട്ടിലും വേണം, പടിഞ്ഞാറയിലെ തറവാട്ടിലും വേണം, മേലേതിലും വേണം, താഴത്തേതിലും വേണം, നടുവിലും വേണം. എല്ലാ തറവാട്ടിലും വേണം എന്ത്? ഒരു മൂല്യര്, തികഞ്ഞ മൂല്യര് കേട്ടോ, സെനതുള്ള തികഞ്ഞ മൂല്യര്. അപ്പോൾ നാട്ടുകാർ കുട്ടികളാണ് ദർസ് പഠിക്കണമെന്ന് പറഞ്ഞപ്പോൾ വളരെ സന്തോഷമുണ്ട്, വളരെ സന്തോഷമുണ്ട്. അങ്ങനെ തന്നെ ശരിക്കും വേണ്ടത്. നമ്മളെ നാട്ടിൽ ആലിമീങ്ങൾ ഉണ്ടാവട്ടെ. അത് മുത്താലിമീങ്ങളെ ഞാൻ കണ്ടു, ആലിമീങ്ങളുടെ എല്ലാ സിയോടും കൂടി. അത് വളരെ പ്രധാനമാണ്, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു മനുഷ്യൻ്റെ വേഷം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആലിമീങ്ങളുടെ വേഷം, അതിൻ്റെ സിയ്യ് സ്വീകരിക്കണം. അതേസമയത്ത് ഏറരുത്. ഇന്നിപ്പോൾ എങ്ങനെയാ വെച്ചാൽ വലിയ വലിയ കാളിയന്മാർ ഇടാൻ മടിക്കണ ഡ്രസ്സ് ചെറിയ മുത്താലിമീങ്ങൾ ഇടും. കാളി ആയാൽ അതിനത്രയൊന്നും ഇല്ലാന്ന് തോന്നിയിട്ട് മൂപ്പരിടാൻ മടിക്കണേ ആ സൈസ് ഡ്രസ്സാണ് ഇപ്പോൾ ചെറിയ മുത്താലിയും കുട്ടികൾ ഇടുന്നത്. അത്രയിട്ടോട്ട് വേണ്ടേനെ, അത് കുറച്ച് ഏറും ചെയ്തിട്ടുണ്ട്. അതേ സമയത്ത് ആലിമീങ്ങൾക്ക് അംഗീകരിച്ചു നൽകുന്ന ഒരു ഡ്രസ്സുണ്ട്, സമൂഹം അവർക്ക് വേണ്ടി കണക്കാക്കുന്ന ഒരു വേഷം, അത് സ്വീകരിക്കണം. അതിന് വളരെ ഇസ്സത്താണ്, അതിന് വളരെ ഇസ്സത്തും വലിയ അഭിമാനവുമാണ്. അപ്പോൾ അത് നമ്മൾ ഉൾക്കൊള്ളേണ്ടത് തന്നെയാണ്. ആ സിയ്യുള്ള ആളുകളെല്ലാവരും വിജയിച്ചിട്ടുണ്ട്. അപ്പോൾ വളരെ സിയ്യോടുകൂടി, വളരെ നല്ല വേഷത്തോടുകൂടി, സിയ്യ് എന്ന് പറഞ്ഞ വാക്ക് നിങ്ങൾക്ക് മനസ്സിലായോ എന്നറിയില്ല, ഓരോരുത്തരോടും യോജിക്കുന്ന അഭിമാനകരമായ വേഷം സ്വീകരിക്കുന്നതിനാണ് സിയ്യ് എന്ന് പറയുന്നത്. അതെല്ലാവർക്കും ഉണ്ട്. വക്കീലന്മാർക്കൊരു വേഷം ഉണ്ടാവും, ആ വേഷം ഇട്ടിട്ടേ കോടതിക്ക് എല്ലാം പാടുള്ളൂ. മൂല്യന്മാർക്കൊരു വേഷം ഉണ്ടാവും, ആ വേഷം ഇട്ടിട്ടേ മൂല്യരാവാൻ പറ്റുള്ളൂ. അതിലൊക്കെ എന്തിരിക്കുന്നു എന്ന് ചോദിക്കരുത്, അതിലുണ്ട് അതന്നെ സംഗതി. നമ്മളവിടെ ഈ പൊന്നാനി ഭാഗത്ത് വലിയൊരു ആലിം ജീവിച്ചിരുന്നു പഴയ കാലത്ത്. അദ്ദേഹം ഒരു കുളത്തിലിറങ്ങിയിട്ട് മൂത്രയിക്കുകയും wudu ചെയ്യുകയൊക്കെ ചെയ്തു. അപ്പം ഈ അശുദ്ധമായ കാരണത്താൽ നമ്പൂരി അയാളുടെ ഓതുണ്ടാക്കൽ കഴിഞ്ഞാൽ ഇവിടെ വരാൻ പറയാറുണ്ട്. അപ്പം അങ്ങനെ വന്നപ്പോൾ ഒരു തലകെട്ടിങ്ങനെ കെട്ടിയിട്ട് ഒരാളങ്ങോട്ട് കണ്ടപ്പോൾ പറഞ്ഞുത്തരേ അവിടെ നിന്നായിരുന്നോ എന്നാ പൊയ്ക്കോളൂ എന്ന്. വേഷം വലിയ പ്രധാനപ്പെട്ടതാണ്. ഒരു മനുഷ്യൻ്റെ വേഷം വളരെ പ്രധാനപ്പെട്ട തന്നെയാണ്. അപ്പോൾ ഏതായാലും ആലിമീങ്ങളുടെ സിയോട് കൂടിയ നല്ല കുറച്ച് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, ദർസിനെ എല്ലാവരും പിന്തുണക്കണം. അപ്പോൾ കുടുംബസംഗമങ്ങളൊക്കെ നടക്കുമ്പോൾ നമ്മളെ കൂട്ടത്തിൽ ആരാ മൂല്യരില്ലെങ്കിൽ പറ്റിയൊരു കുട്ടിനെ മൂല്യരാക്കണം. വലിയ സമ്പന്നന്മാരുടെ മക്കൾ ആലിമീങ്ങളായി വന്നാൽ നല്ല തന്നെയാണ്. പക്ഷേ ഫക്കീറന്മാരുടെ മക്കൾ ആലിമീങ്ങളായി വന്നതാണ് പാരമ്പര്യം. അല്ല 2-5 സൂപ്പർ മാർക്കറ്റുള്ള ഒരു വാപ്പാൻ്റെ കുട്ടി മൂല്യരായാലും ഉമ്മത്തിന് വലിയ ഇജ്ജത്ത് തന്നെ കാരം. ആരെ മുമ്പിലും നീച്ചെന്ന് ഓന് കാര്യം പറയാം, കാരണം ഒരു മനുഷ്യൻ്റെ ഉരമാവൂല. അപ്പോൾ വലിയ ഇജ്ജത്ത് തന്നെയാണത്, പരിശ്രമിക്കേണ്ടത് തന്നെയാണത്. പക്ഷെ എന്തുകൊണ്ടാണെന്നറിയില്ല, ദരിദ്രന്മാരുടെ മക്കളിൽ നിന്നാണ് ഉമ്മത്തിന് നേതൃത്വം നൽകുന്ന ആലിമീങ്ങൾ വന്ന് കണ്ടിട്ടുള്ളത്. എന്നാൾ ഞാനൊരിക്കൽ ഇങ്ങനെ പറഞ്ഞു, ഗവൺമെൻറ് ജോലിക്കാരുടെ കൂട്ടത്തിൽ നിന്ന് ആലിമീങ്ങൾ വരൽ വളരെ അപൂർവമാണ്. ആരുമില്ല എന്നല്ല, വളരെ അപൂർവമാണ് ഗവൺമെൻറ് ജോലിക്കാരുടെ മക്കളിൽ നിന്ന് ആലിമീങ്ങൾ വരൽ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ അതിൻ്റെ ഒരു കാരണം എന്താ വെച്ചാൽ, ഒരു കൊല്ലം എന്ന് പറഞ്ഞാൽ 365 ദിവസമാണ്. അതിൽ 150 ദിവസമാണ് ആകെ പണിയുള്ളത്. ആ 150 ദിവസം പോകൂല. ഏതെങ്കിലും ഒരു ദിവസം പോയാൽ അന്നൊരു ഒപ്പിടണമെങ്കിൽ കായ് വേറെ കൊടുക്കണം. അതന്നെ കാരണം. ഇതെന്താ വേണ്ടത്? വരുമാനത്തിനനുസരിച്ച് ജോലി ചെയ്യണം. എല്ലാ ജോലിയും ഒരേമാതിരിയല്ല. വലിയ വിദ്യാഭ്യാസമൊക്കെ വേണ്ട ജോലിയുണ്ട്, അതിനനുസരിച്ച് ശമ്പളം ഉണ്ടാവും, ഓൽക്കതിനനുസരിച്ച് ജോലിയും കുറവുണ്ടാവും. എന്നാലുണ്ടല്ലോ, ഏൽപ്പിക്കപ്പെട്ട ജോലി മുഴുവനായും തീർന്ന് എക്സ്ട്രാ ഡ്യൂട്ടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ സന്തോഷത്തോടു കൂടി അത് ഏറ്റെടുക്കാനും ഒരാൾ തയ്യാറുണ്ടെങ്കിൽ അവൻ്റെ വരുമാനത്തിൽ ബർക്കത്തുണ്ടാവും. അല്ലെങ്കിൽ അതിൽ ദീനിൽ നിന്ന് നേതൃത്വം നൽകുന്ന ആളുകൾ വരൽ വളരെ കുറവായിരിക്കും. അതുകൊണ്ട് എന്തായാലും നാട്ടുകാരായ കുറേ മുത്താലിമീങ്ങൾ ഇവിടെ പഠിക്കുന്നു. മീസാൻ മുതൽ മുത്തഫരീദ് മുതൽ തുടങ്ങിയവരാണ്. അവർ വലിയ നിലയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നൊക്കെ അറിഞ്ഞപ്പോൾ വളരെ സന്തോഷമുണ്ട്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് കബൂൽ ചെയ്യട്ടെ, അവരെ ഉഖ്റവിയായ ആലിമീങ്ങളാക്കി അള്ളാഹു മാറ്റട്ടെ. നാട്ടുകാർ അതിനെ നല്ലോണം സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ സാന്ദർഭികമായി എല്ലാവരുടെയും ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഉമ്മത്തിന് പറ്റിയിട്ടുള്ള ഏറ്റവും വലിയൊരു കുഴപ്പം വരുമാനം കേടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ്. എങ്ങനെയും പൈസ ഉണ്ടാക്കാം എന്നുള്ളിടത്ത് നമ്മൾ മാറിയിട്ട് നല്ലോണം അധ്വാനിച്ചും നല്ലോണം കച്ചവടം ചെയ്തും നല്ലോണം വിദ്യാഭ്യാസം നേടിയും നല്ലോണം ബുദ്ധി ഉപയോഗിച്ചും എല്ലാവരും നന്നായിട്ട് ഹലാലും ത്വയ്യിബുമായ മാർഗത്തിലൂടെ പണമുണ്ടാക്കി അടുത്ത തലമുറയ്ക്ക് വേണ്ടി നീക്കി വെക്കണം.
നമ്മൾ മരിച്ചു പോകുമ്പോൾ നമ്മളെ മക്കൾക്ക് കുറച്ച് മോര് കൊടുത്ത് പോകാൻ പറ്റിയ നല്ല തന്നെയാണ്, അതിലൊരു മോശമില്ല, അത് നല്ല കാര്യം തന്നെയാണ്. അതുകൊണ്ട് എല്ലാവരും നല്ലോണം അധ്വാനിക്കണം, ഹലാലും തൊയ്യുമായിരിക്കണം. എക്സ്ട്രാ ടൈം ഉണ്ടെങ്കിൽ എടുക്കണം, ആരോഗ്യം അനുവദിക്കുമെങ്കിൽ എടുക്കണം. എന്നിട്ട് നല്ലോണം പൈസ ഉണ്ടാക്കണം, നല്ലോണം അധ്വാനിക്കണം, നല്ല നീയത്തുണ്ടായിരിക്കണം. അതൊക്കെ വളരെ പ്രധാനമാണ്. അപ്പം എന്താ പറഞ്ഞുകൊണ്ടിരിക്കണേന്ന് നിങ്ങൾ, ചാടിപ്പോകുന്നതിൻ്റെ മുമ്പ് 5 പ്രാവശ്യമെങ്കിലും ഒരു കുട്ടി ഉമ്മയുടെ ശ്രദ്ധയിൽ അത് പെടുത്തും. ഇന്ന് പ്രേമിച്ചാണ്ട് നാളെ ചാടൊന്നുമില്ല. ചാടണേൻ്റെ മുമ്പ് ഏറ്റവും ചുരുങ്ങിയത് 5 തവണ ഉമ്മാൻ്റെ ശ്രദ്ധയിൽ കുട്ടി പെടുത്തും. ഉമ്മ ഞാൻ ചാടാവൊരുങ്ങുന്നുണ്ട് കേട്ടോ. അങ്ങനെ പറയല്ലേ പിന്നെ എങ്ങനെ? സൂചനകളുണ്ടാവും. ഒരു ദിവസം കുട്ടി സ്കൂളിൽ വന്നപ്പോൾ പറഞ്ഞു, ഉമ്മ ഞങ്ങളെ സ്കൂളിലുണ്ട് ഒരു കണ്ണട വെച്ചൊരു ആൺകുട്ടി, ഓ പഠിക്കാൻ സൂപ്പറാണ് എന്ന് പറഞ്ഞു എന്ന് വിചാരിച്ചോളി. കണ്ണട വെച്ചതിന് നമുക്ക് വല്ല എതിർപ്പുണ്ടോ? ഒരു എതിർപ്പില്ല. ഓൻ പഠിക്കണേന് നമുക്ക് വല്ല എതിർപ്പുണ്ടോ? ഒരു എതിർപ്പില്ല. പക്ഷേ സ്കൂളിലുള്ള കണ്ണട വെച്ച നല്ല പഠിക്കുന്ന ഒരു കുട്ടി, ഒരാൺകുട്ടി എൻ്റെ പെൺകുട്ടിയെ ആകർഷിച്ചിട്ടുണ്ട് എന്ന സൂചനയാണ് ഉമ്മാക്കാൻ നൽകിയത്. പൊക്കിൽ കൊടി ബന്ധമാണത്. ഉമ്മാനെ അറിയിക്കാതെ ഒരു കുട്ടിക്ക് ചാടാൻ കഴിയില്ല. നിങ്ങൾ എഴുതി വെച്ചോളി, ഉമ്മാനെ അറിയിക്കാതെ ഒരു കുട്ടിക്ക് ചാടാനേ കഴിയൂല. ഉമ്മാനെ അറിയിക്കും. പക്ഷെ അമ്മ വിചാരിക്കും ഇൻ്റെ കുട്ടി അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ച് ശ്രദ്ധിക്കാതിരിക്കണതിന് രക്ഷയൊന്നുമില്ലല്ലോ. അതേ കുട്ടി പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ട് വന്നപ്പോൾ പറഞ്ഞു, ഉമ്മ ഞാൻ നാളെ മുതൽ 9:50 ബസ്സിനാ പോണത്, 45 പോണില്ല. 45 ബസ്സിൽ നല്ല തിരക്കാം, 50 ബസ് കാലിക്കാരം. 5 മിനിറ്റ് കൊണ്ട് സ്കൂൾക്ക് എത്തുമല്ലോ, 10 മണിക്കല്ലേ ബെല്ലടിക്കുള്ളൂ. അതുകൊണ്ട് നാളെ മുതൽ ഞാൻ 9:50 പോണത് എന്ന് പറഞ്ഞു എന്നും കൂടി വിചാരിച്ചോളി. രണ്ടാമത്തെ സൂചനയാണ്. അന്ന് വൈകുന്നേരം വാപ്പ പീടിയടച്ച് വന്നിട്ട് ചോറയിച്ചിട്ട് കയ്യാൻ നേരത്ത് ഇമ്മ പറയണം, ഇന്ന് നമ്മളെ മോള് സ്കൂൾ തന്നപ്പോഴേ നാളെ 9:50 ബസ്സിനാണ് പോണത് എന്ന് പറഞ്ഞു. ചോറ് കയ്യാൻ നേരത്തെ പറയാൻ പറ്റുള്ളൂ. വന്നുകാണ്ട് ചോറുക്കാണ്ട് കയ്യുണ്ട് കുത്തുമ്പോൾ നമ്മളെ മറിയമ്മൂനെ ഞമ്മക്കൊന്ന് കെട്ടിച്ചണ്ടേന്ന് ചോദിക്കും പെണ്ണുങ്ങൾ. പിന്നെണ്ടോ ആ ചോറ് കീപ്പട്ടിറങ്ങണു. അപ്പം പറയാൻ പാടില്ല. എപ്പോഴാ പറയാ? ചോറി ഇങ്ങനെ കയ്യാൻ നേരം ചോറിന പ്ലേറ്റ് ഇങ്ങനെ വടിച്ചിങ്ങനെ എടുക്കണ ആ നേരത്ത് പറയാം. എന്ത്? പിന്നെ മോളൊന്ന് സ്കൂളിൽ വന്നപ്പോൾ ഇങ്ങനെ പറഞ്ഞു 9:50 പോണത് എന്ന് പറഞ്ഞു. എനിക്കെന്താന്നാവോ ചെറിയൊരു പേടി. ഇന്നാള് ഓലെ ക്ലാസ്സിലൊരു കണ്ണട വെച്ച ആൺകുട്ടിയുണ്ട്, നല്ലോണം പഠിക്കുന്നും പറഞ്ഞിരുന്നു എന്ന് പറയുമ്പോൾ വാപ്പ എന്ത് ചെയ്യാന്നറിയോ? വാപ്പ പ്രത്യേകിച്ചൊന്നും സംഭവിക്കാത്ത മാതിരി ഇങ്ങനെ അതെനിക്ക് തോന്നിയതേ ഇക്കാരടി എന്നൊക്കെ പറയാം. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിലൊരു പേടി ഉണ്ടാവും വേണം. പറച്ചിൽ അങ്ങനെയൊക്കെ തന്നെ പറയണ്ടത്. അല്ലോ അങ്ങനെ ഉണ്ടോ? ആ സാരിയും പൈസ പറഞ്ഞിരുന്നു പ്രേമം തന്നെയാണ് എന്ന് അങ്ങനെ പറയല്ല വേണ്ടേ. ഒന്നും അറിയാത്ത മാതിരി കാട്ടണം. അതൊന്നും ഉണ്ടാവില്ല, അതെനിക്ക് തോന്നിയതേ ഇക്കാരെന്ന് പറയാം. അതിൻ്റെ പിറ്റേന്ന് മൂപ്പര് കച്ചവടത്തിന് പോവുക, പിറ്റേന്നും പോവുക. 4ാമത്തെ ദിവസം മോള് ബസ് കയറാൻ വേണ്ടിയിട്ട് ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ വാപ്പ കുറച്ച് ഒഴിഞ്ഞിങ്ങനെ നിന്നിട്ടൊന്ന് നോക്കുക. കണ്ണട പഠിക്കണ കുട്ടി നോക്കുക. കാര്യമായിട്ടൊന്നും കാണാനില്ല എന്ന് വിചാരിക്കുക. എന്നാൽ മോള് മുന്നത്തെ ഡോറിൽ കൂടെ ബസ്സിക്കണ് കയറുമ്പോൾ വാപ്പ പിന്നത്തെ ഡോറിൽ കൂടെ ബസ്സിക്കണ് കയറിയിട്ട് 10 ഉറുപ്പ്യം കൊടുത്തുകൊണ്ട് ആ കമ്പിമ തൂങ്ങിയാണ്ട് ഒന്നിങ്ങനെ നിൽക്കുക. അപ്പോൾ മൂപ്പരെ മനസ്സിലിങ്ങനെ വേണം ആ കണ്ണടിയും നല്ല പഠിക്കണ കുട്ടിയും എന്നിങ്ങനെ വേണം. വല്ലതുണ്ടോ നോക്കുക. കാരണം അത് 2ാമത്തെ സൂചനയാണ്. ഇങ്ങനെ ചുരുങ്ങിയത് 5 സൂചനയെങ്കിലും ഉമ്മാക്ക് കൊടുക്കും, എന്നിട്ട് ചാടുള്ളൂ. അത് നോക്കാൻ ഒഴിവില്ല. ഞാൻ പിന്നെ എന്താ കേട്ടാ? നോക്കാൻ ഒഴിവ് വേണം, നോക്കാൻ ഒഴിവും വേണം, വാപ്പാനോട് പറയാനുള്ള മനസ്സും വേണം. അങ്ങനെ പറഞ്ഞാൽ പിറ്റേന്ന് കന്നൂട്ടാൻ പോകാതെ കുട്ടി സ്കൂളിൽ പോകുമ്പോൾ ബസ് സ്റ്റോപ്പിലൊന്ന് പോയി നോക്കാനുള്ള മനസ്സും വേണം. എന്നാൽ ഒരു കുഴപ്പമുണ്ടാവില്ല. നമുക്കതൊന്നും ഒഴിവില്ലാതെ പിന്നെ കുട്ടികളെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? ഇപ്പം എല്ലാവരും കുട്ടികളെ കുറ്റം പറയാണ്. കുട്ടികൾക്കല്ലല്ലോ കുഴപ്പമുള്ളത്, വലിയവർക്ക് തന്നെ കുഴപ്പമുള്ളത്. അദബ്, മര്യാദ, ശീലങ്ങൾ ഇതൊക്കെ വാപ്പിയമ്മയും പഠിപ്പിക്കേണ്ട തന്നെയാണ്, വേറെ ആരും പഠിപ്പിക്കേണ്ടതല്ല. തന്നെ 4ാം ക്ലാസ് പഠിക്കുന്ന കുട്ടി സ്കൂളിൽ വന്നിട്ട്
തൊട്ടടുത്തിരിക്കണ കുട്ടിനെ, 4ാം ക്ലാസ് പഠിക്കുന്ന കുട്ടി സ്കൂളിൽ വന്നിട്ട് തൊട്ടടുത്തിരിക്കണ കുട്ടിനെ തൊട്ടാൽ 7 പ്രാവശ്യം കേൾക്കേണ്ട ഒരു സാധനത്തിൻ്റെ പേരാണ് വിളിച്ചു എന്ന് കരുതിക്കോളി. എവിടുന്നാണ് കിട്ടിയത്? ബാപ്പ അമ്മാനെ വിളിച്ചത്, അല്ലെങ്കിൽ ഉമ്മ വാപ്പാനെ വിളിച്ചത്, അല്ലെങ്കിൽ രണ്ടാളും കൂടി വല്യപ്പാനെ വിളിച്ചത്. അല്ലാതെ എവിടുന്ന് കിട്ടിയത്? മാതാപിതാക്കളുടെ സ്വഭാവം തന്നെയാണ് കുട്ടിയൊക്കെ ഉണ്ടാവുക. റബീഉൽ അവ്വൽ 12-ന് 5ാം ക്ലാസ്സിൽ ഫസ്റ്റ് ക്ലാസ് വാങ്ങിയിട്ട് സ്റ്റേജിന്മേൽ കയറിയിട്ട് കുട്ടി സമ്മാനം വാങ്ങുമ്പോൾ സദസ്സിന്ന് വാപ്പ പറയും, എൻ്റെ ചെറുക്കനാണത്, 3ാമത്തോന് ഹാഷിമ്, ഓൻ പഠിക്കാൻ നല്ല ഉഷാറാണ്, എൻ്റെയൊക്കെ അതേമാതിരി തന്നെയാണ് എന്ന് പറയും. വേണമെങ്കിൽ അതിൻ്റെ ഒരു ഫോട്ടോ എടുത്തെങ്ങാണ്ട് ഫേസ്ബുക്കിൽ പോസ്റ്റും ചെയ്യും. അതേ ചെറുക്കൻ കുരുത്തക്കേട് കാട്ടിയിട്ട് അങ്ങാടിയിൽ നിന്ന് ആൾക്കാരുടെ അടുത്ത് നിന്ന് പെരടിക്ക് അടി കിട്ടിയാൽ വാപ്പ പറയും, ഓൻ്റെ കൂട്ടുകെട്ടൊക്കെ കേടുവന്നുകൊണ്ട് അങ്ങനെ ആയതാണ് എന്ന്. അല്ല, എൻ്റെ ചെറുക്കനായതുകൊണ്ട് തന്നെയാണ്. റബീഉൽ അവ്വൽ 12-ന് സമ്മാനം വാങ്ങിയത് എൻ്റെ ചെറുക്കനായതുകൊണ്ടാണെങ്കിൽ അങ്ങാടിയിൽ നിന്ന് ആൾക്കാരുടെ അടുത്ത് നിന്ന് പെരടിക്കടി കിട്ടിയതും എൻ്റെ ചെറുക്കനായത് കൊണ്ട് തന്നെയാകുന്നു. അത് കേൾക്കാൻ തയ്യാറാണ്. നമ്മൾ മദ്രസയിൽ കുട്ടീനെ ചേർക്കാൻ ചെന്നാൽ, സ്കൂളിൽ കുട്ടീനെ ചേർക്കാൻ ചെന്നാൽ പ്രിൻസിപ്പാള്, പ്രധാനാധ്യാപകൻ, സദറുസ്താദ്, ഹെഡ്മാഷ് ഒരു ഫോം തരും. ആ ഫോമിൽ ഏറ്റവും മേലുണ്ടാവും കുട്ടിയുടെ പേര്, അതിൻ്റെ അപ്പുറത്തുണ്ടാവും വയസ്സ്, അതിൻ്റെ താഴെ ഉണ്ടാവും വീട്ടുപേര്, അതിൻ്റെ താഴെ ഉണ്ടാവും വിലാസം, അതിൻ്റെ താഴെ ഉണ്ടാവും പിതാവിൻ്റെ പേര്, അതിൻ്റെ തൊട്ട് താഴെ ഉണ്ടാവും രക്ഷിതാവിൻ്റെ പേര്. പിതാവായതുകൊണ്ട് രക്ഷിതാവാകൂല, ആവുമെങ്കിൽ 2 കോളം വേണ്ട. ഏത് ഫോമിലല്ലാത്ത? ഏത് ഫോമിലും നോക്കിക്കോളി. സ്കൂളിൽ ചേർക്കാൻ ചെന്നാൽ, മദ്രസയിൽ ചേർക്കാൻ ചെന്നാൽ, കോളേജിൽ ചേർക്കാൻ ചെന്നാലുള്ള ഫോമിലുണ്ടാവും പിതാവിൻ്റെ പേര്, അതിൻ്റെ നേരെ അടിയിലുണ്ടാവും രക്ഷിതാവിൻ്റെ പേര്. പിതാവായാൽ പോരാ, രക്ഷിതാവാകണം. പിതാവാകൽ നല്ല രസമുള്ള പരിപാടിയാണ്. രക്ഷിതാവാകാൻ ഓർക്കണ്ട് ഒഴിച്ചേണ്ടി വരും, വെറുതെ നടക്കൂല. പിതാവാകൽ നല്ല രസമാണ്. മൂരിക്ക് വില കുറഞ്ഞ സമയം നോക്കുക. ഇപ്പോൾ കുറച്ച് വില കുറവാണ് ഇത്ര മൂരിക്ക്, എന്നിട്ട് വാങ്ങിയിട്ട് ചെറിയൊരു മയച്ചാറിലുണ്ടെങ്കിൽ ഉഷാറായി ബിരിയാണി വെച്ചിട്ട് പിതാവാകുക. എന്നിട്ട് ഫോമിൽ എഴുതുക പിതാവിൻ്റെ പേര്. 2ാമത്തെ കോളാണ്ട് എഴുതണമെങ്കിലേ കുറച്ചടങ്ങേറുണ്ടാവും. രക്ഷിതാവിൻ്റെ പേര് എന്നുള്ളിടത്ത് പേരണ്ട് എഴുതണമെങ്കിൽ അത് കുറച്ച് പണിയുള്ള കാര്യമാണ്. നല്ലോണം അധ്വാനം ഉണ്ടായിന്, അതന്നെ ഈ പറഞ്ഞ സംഗതി. അതുകൊണ്ട് നല്ലോണം നമ്മൾ ശ്രദ്ധിക്കണം കാര്യങ്ങൾ. അവനവൻ്റെ മക്കളെ നോക്കാൻ അവനാ മാത്രമേ ഉള്ളൂ, വേറെ ആരും ഇല്ല എന്ന തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കണം. ഇതന്നെ സംഗതി. കുട്ടികളുടെ ഈമാൻ ശരിയാക്കി കൊടുക്കണം, കുട്ടികളുടെ വിദ്യാഭ്യാസം ശരിയാക്കി കൊടുക്കണം, കുട്ടികളുടെ സ്വഭാവം ശരിയാക്കി കൊടുക്കണം. എങ്ങനെ സ്വഭാവം ശരിയാക്കൽ? മാതാപിതാക്കളുടെ സ്വഭാവം ശരിയാവുമ്പോൾ കുട്ടികളുടെ സ്വഭാവം ശരിയാവും. ഇതിപ്പോൾ വാപ്പയമ്മയും കുട്ടികളെ പഠിപ്പിച്ചിട്ടാണ്. നമ്മൾ പാരമ്പര്യമായിട്ട് കുറച്ച് ദേഷ്യമുള്ള ആൾക്കാരാണ്, അതുകൊണ്ട് കുറച്ച് ഗൗരവത്തിലാണ് പറഞ്ഞോളൂണ്ടു. ദേഷ്യം പെടണം എന്ന് കുട്ടികളെ പഠിപ്പിക്കുക വാപ്പ. ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ ചെയ്ത്താൻ കയറുകയാണെങ്കിൽ ആദ്യം ദേഷ്യത്തിൻ്റെ രൂപത്തിലാണ് കയറുക. അത് വാപ്പ പഠിപ്പിക്കുകയാണ്. നമ്മൾ പാരമ്പര്യമായിട്ട് തന്നെ കുറച്ച് ദേഷ്യമുള്ള ആൾക്കാരാണ്, അതുകൊണ്ട് കുറച്ച് ഉറക്കാണ് പറഞ്ഞോളൂണ്ടു. അല്ലെങ്കിലോ കാണുന്ന നാട്ടുകാരെ മേക്കെട്ട് കയറിയിട്ട് അവസാനം അതിനക്ക് പ്രഷർ കൂടിയതുകൊണ്ടായിരുന്നു. പ്രഷറിൻ്റെ ബുക്കുകൾ കുറേ ഞാൻ നോക്കിയിട്ടുണ്ട്, യൂട്യൂബിലൊക്കെ നോക്കി. പ്രഷർ കയറിയാൽ ആൾക്കാരെ പെരടിക്ക് കയറുമോയെന്ന് ഇതുവരെ എവിടെയും കണ്ടിട്ടില്ല. അതിന് ഗുളികൻ കുടിച്ചാളി, ഒരു നേരം കൊണ്ട് ശരിയാണില്ലെങ്കിൽ 2 നേരം കുടിച്ചോളി. പ്രഷറിൻ്റെ പേരും പറഞ്ഞാണ്ട് ആൾക്കാരെ മേക്കെട്ട് കയറാൻ നിൽക്കണ്ട. ദേഷ്യം മക്കളെ പഠിപ്പിക്കാൻ പാടില്ല. ദേഷ്യം പൈശാചികമായ സ്വഭാവമാണ്. അതുകൊണ്ട് മാതാപിതാക്കളിൽ നിന്നാണ് കുട്ടികൾ പഠിക്കുന്നത്, ദേഷ്യം പഠിക്കുന്നത്. സ്വഭാവം കേടുവരെ എപ്പോഴും എവിടെയെന്ന് നിങ്ങൾ അദബ് പാലിച്ചില്ലെങ്കിലാണ്. അദബ് പാലിച്ചില്ലെങ്കിലും ശീലങ്ങൾ പാലിച്ചില്ലെങ്കിലും, അദബ് പാലിച്ചില്ലെങ്കിൽ ഇബാദത്തുകൾ കേടുവരും, ശീലങ്ങൾ പാലിച്ചില്ലെങ്കിൽ സ്വഭാവം കേടുവരും. അദബ് പാലിച്ചില്ലെങ്കിൽ റേഞ്ചിൽ നിന്ന് പോകണ്ടോ നിങ്ങൾ? ഇല്ല, എന്നെ ഒപ്പം ഒന്ന് ചൊല്ലിക്കോളി. അന്ത ഉമ്മുൻ അം അബു മാ റഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി അസ്സലാത്തു
والسلام على الرسول الشفيع الأبطحي والحبيب الأربي ارتكبت على الخطأ غير حسر وعدد لك أشكو فيا سيدي خير النبي الصلاة الشفيع الأبطحي والحبيب الأربي. സ്വഭാവം ശരിയാക്കുക. എങ്ങനെ സ്വഭാവം ശരിയാക്കുക? ബാപ്പാൻ്റെയും ഉമ്മാൻ്റെയും സ്വഭാവം ശരിയാകുമ്പോൾ തന്നെ നമുക്കൊരു 3 സെൻറ്റ് സ്ഥലവും അതിൽ ചെറിയൊരു പേരയെ കൂടി ആയി വന്നപ്പോഴേക്ക് രാവിലെയും ഉച്ചക്കും വൈകുന്നേരം തറവാട്ടിലുള്ള ഉമ്മാൻ്റെയും ബാപ്പാൻ്റെയും കുറ്റം പറഞ്ഞങ്ങാണ്ടിരുന്നാൽ അതേ കുട്ടികൾ പഠിക്കുള്ളൂ. കുട്ടികളുടെ സ്വഭാവം കേടെടുത്തുന്നത് വാപ്പിയും തന്നെയാണ് ഉമ്മയും തന്നെയാണ്, വേറെ ആരുമല്ല. ബ്ലാക്ക് മെയിൽ ചെയ്യാൻ വേണ്ടി കുട്ടികളെ പഠിപ്പിക്കുന്നത് ഉമ്മയാണ് എന്നാണ്. ബ്ലാക്ക് മെയിൽ ചെയ്യാൻ വേണ്ടി പഠിപ്പിക്കുക. അങ്ങനെ നിങ്ങൾ ബാപ്പാൻ്റെ കീശേന്ന് 100 ഉറുപ്പിക എടുത്തു, അത് കുട്ടി കണ്ടു. കുറച്ച് കഴിഞ്ഞപ്പോൾ കുട്ടി ചോദിച്ചു, ഉമ്മ കുട്ടികളൊക്കെ നല്ല ശ്രദ്ധിക്കുന്നുണ്ട്, അവർക്കെന്താ വേറെ പണിയൊന്നുമില്ലേ? ഉമ്മ നല്ല ശ്രദ്ധിക്കും കുട്ടികളെ, ഇതുവരെ കഴിച്ചുന്നവരൊക്കെ അതപ്പം നോക്കിക്കണം. അള്ളാഹു നമ്മളെ കുട്ടികളൊക്കെ സ്വാലിഹ്യങ്ങളിൽ പെടുത്തട്ടെ, അവരൊക്കെ മുത്തഖീങ്ങളാക്കട്ടെ, ദുനിയാവിൽ ആഖിറത്തിൽ നമുക്ക് ഉപകാരമുള്ള മക്കളാക്കി തരട്ടെ. ആമീൻ. അപ്പം എന്താ പറഞ്ഞാൽ നിങ്ങൾ ഒരൊക്കെ ഒന്നുകൂടി ചൊല്ലിക്കാണി. അന്ത മുൻജീനാ ഗദൻ മിൻ ശഫാഅതിക الصفا من لنا مثلك يا سيدي خير النبي الصلاة والسلام على الرسول الشفيع الأبطحي والحبيب الأربي. പാപ്പാൻ്റെ കീശയിൽ 100 ഉറുപ്പിക എടുത്തു, അത് കുട്ടി കണ്ടു. കുറച്ച് കഴിഞ്ഞപ്പോൾ കുട്ടി ചോദിച്ചു, ഉമ്മ ഐസ്ക്രീം വാങ്ങാൻ 10 ഉറുപ്പിക വേണമെന്ന് പറഞ്ഞു. അപ്പം അമ്മ പറഞ്ഞു തരൂല എന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു എന്നാൽ അപ്പാൻ്റെ കീശേന്ന് പറഞ്ഞപ്പോൾ 10 ഉറുപ്പിക കൊടുത്ത് കൊണ്ടുപോയി തിന്നട ഐസ്ക്രീം പണ്ടാറടക്കാൻ പറഞ്ഞാണ് കൊടുത്തു. ഇതിൻ്റെ പേരാണ് ബ്ലാക്ക് മെയിലിംഗ് എന്ന് പറഞ്ഞത്. ആരെ പഠിപ്പിച്ചത്? ഉമ്മ. 100 ഉറുപ്പിക എടുക്കേണ്ടി വരും കേട്ടോ, അല്ലാതെ എന്നെ പോലത്തെ ആൾക്കാരൊന്നും കിട്ടൂല, എടുക്കാതെ കൊടുക്കൂല. കാരണം കൊടുക്കുമ്പോൾ കൈ വറക്കും. ഇങ്ങോട്ട് മേടിക്കാൻ വളരെ ഉഷാറായിക്കാരം. എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ എൻ്റെ അടുത്ത് എടുത്തുവെച്ച് എന്തെങ്കിലും ഉണ്ടോ, അത് നല്ല ഉഷാറായിക്കാരം. പക്ഷെ അങ്ങോട്ട് കൊടുക്കൂല. അപ്പോൾ കൊണ്ട് എടുക്കേണ്ടി വരും. എടുത്താൽ എന്ത് വേണമെന്നറിയാം നിങ്ങൾ? പിറ്റേ ദിവസം രാവിലെ തുണിക്കുപ്പായൊക്കെ എടുത്ത് കുപ്പായൊക്കെ ഇട്ടുങ്ങാണ്ട് മൂപ്പര് പോണ നേരത്ത് കുട്ടി കേൾക്കുന്ന തരത്തിൽ പുതിയാപ്പണ്ണോട് പറയണം, നിങ്ങൾ പോവുക, ഞാൻ നിങ്ങളെ കീശയിൽ ഇന്നലെ 100 ഉറുപ്പിക എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കുട്ടി കേൾക്കുമ്പോൾ മനസ്സിലായി കട്ടതല്ലല്ലേ, അങ്ങനെ ചെയ്യണം. അല്ലാതെ അല്ലെങ്കിൽ കുട്ടികൾക്ക് മോശമായത് പഠിക്കും. ഉമ്മയും ബാപ്പയും തന്നെയാണ് മോശപ്പെട്ട സ്വഭാവം പഠിപ്പിക്കണത്, വേറെ ആരുമല്ല. മാതാപിതാക്കളുടെ സ്വഭാവം എന്താണോ അതാണ് മക്കൾക്കുണ്ടാകുക. അൽ വലതു സിറു അബീഹി എന്നാണ്. മകൻ വാപ്പാൻ്റെ രഹസ്യമാകുന്നു എന്നാണ്. വാപ്പ സ്വകാര്യത്തിൽ ചെയ്യുന്നത് മകൻ പരസ്യമായി ചെയ്യും. വാപ്പ സ്വകാര്യത്തിൽ ആരും കാണാതെ ചെയ്യുന്നത് മകൻ പരസ്യമായി ചെയ്യും. കുറ്റിപ്പുറത്തിൻ്റെ അടുത്ത് ഒരു ഉമ്മമാരുടെ സംഗമത്തിന് പോയി ഞാൻ പഠിത്തൊരു ദിവസം. അപ്പോൾ ഒരു ഓഡിറ്റോറിയം നിറയെ ഉമ്മമാരാണ്. അപ്പോൾ ഞാൻ അവിടുത്തെ സംഘാടകരോട് ചോദിച്ചു, എന്താ ഇപ്പം ഉമ്മാരെ മാത്രം ഇങ്ങനെ വിളിച്ചിട്ടുള്ള എന്താ സംഭവം എന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു, നഴ്സറിയിൽ പഠിക്കുന്ന കുട്ടിയെ LPയിൽ പഠിക്കുന്ന കുട്ടി വേണ്ടാത്തത് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. അപ്പം ഉമ്മാരൊന്ന് വിളിച്ചു കൂട്ടിയാണ്ടൊന്ന് പറഞ്ഞു കൊടുക്കാനാണ്. അന്വേഷിച്ച് നോക്കുമ്പോൾ എന്താ സംഭവം എന്നറിയാം നിങ്ങൾ? കുട്ടി ഉറങ്ങിയെന്ന് കരുതിയിട്ട് മൊബൈലുമ്പോൾ കളിച്ചത് കുട്ടി സ്ഥിരമായിട്ട് കാണലുണ്ട്. അതാണ് കുട്ടി ഉറങ്ങാൻ കടന്നു. വാപ്പ കുറച്ച് നേരം വൈകിയിട്ടാണ് വരിക. വാപ്പ കുറച്ച് നേരം വൈകിയിട്ട് ഇങ്ങനെ വന്നിട്ട് ചോദിക്കും, നമ്മളെ കുഞ്ഞുട്ടി ഉറങ്ങിയോ എന്ന് ചോദിക്കും. അപ്പം അമ്മ പറഞ്ഞു ഉറങ്ങിയെന്ന് പറയും. അങ്ങനെ അമ്മ ഉറങ്ങിയെന്ന് പറഞ്ഞാൽ ഉറങ്ങിയിട്ടില്ലെങ്കിലും ഉറങ്ങിയ മാതിരി കിടക്കും. അത് കുട്ടികളുടെ ഒരു മനഃശാസ്ത്രമാണ്. പണ്ടിങ്ങനെ കുറേ ആൾക്കാർ ഒന്നിച്ച് മരിച്ചു ഇവിടെ ഒരു നാട്ടിൽ എന്തോ ഒരു അപകടം ഉണ്ടായിട്ട്. അപ്പം ഇങ്ങനെ ഡോക്ടർ വന്ന് നോക്കിയിട്ട് പറഞ്ഞു, ഇവിടുന്ന് അങ്ങോട്ടുള്ള ആൾക്കാർ മൊത്തം മരിച്ചിട്ടുണ്ട് പറഞ്ഞു. അപ്പോൾ ജീവൻ മുഴുവൻ പോകാത്ത ഒരാളുണ്ടായിരുന്നു. അയാളിങ്ങനെ തല പൊന്തിച്ചിട്ട്, കഥയിക്കാരട്ടോ അതൊന്നും ഉള്ളതായിക്കോളണമെന്നില്ല, അയാളിങ്ങനെ തല പൊന്തിച്ചിട്ട് പറഞ്ഞു, ഇല്ല ഞാൻ മരിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ
MBBS ഡോക്ടർ മരിച്ചു എന്ന് പറഞ്ഞാൽ പിന്നെ തല പൊന്തിക്ക് കടക്കട എവിടെയെന്ന് പറഞ്ഞു എന്നാണ്. എന്ന മാതിരി ഇമ്മ ഉറങ്ങി എന്ന് പറഞ്ഞാൽ പിന്നെ കുട്ടി ഉറങ്ങിയ മാതിരി ഇങ്ങനെ കിടക്കും. സംഗതി ഉറങ്ങിയിട്ടുണ്ടാവില്ല. ഏറ്റവും ചുരുങ്ങിയത് ശ്വാസം വിടണതിൻ്റെ ഒച്ചയിലും കേൾക്കൂലേ? അതന്നെ പ്രശ്നം. ഇനി നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഒട്ടും മനസ്സിലാകൂല്ല കേട്ടോ. അല്ല, ഇനി ഇങ്ങനെ പറഞ്ഞിട്ട് മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്താ പ്രശ്നം എന്ന്. ഇതാണ് പ്രശ്നം. അതുകൊണ്ട് മാതാപിതാക്കൾ എന്ത് പറയുന്നു എന്നതിനേക്കാൾ അവർ എന്ത് ചെയ്യുന്നു എന്ന് കുട്ടികൾ നോട്ട് ചെയ്യുന്നുണ്ട്. ഉമ്മാൻ്റെ ഇരുന്നും വാപ്പാൻ്റെ ഇരുന്നും അല്ലാതെ ഒരു കാര്യം പഠിക്കാനില്ല. അതുകൊണ്ട് മാതാപിതാക്കൾ അൽ ഉമ്മുഹിയ അൽ മദ്രസത്തുൽ ഊല എന്നാണ്. ഉമ്മയാകുന്നു ഒന്നാമത്തെ മദ്രസ. ബാപ്പാൻ്റെ സ്വകാര്യത്തെയാണ് മകൻ പരസ്യമാക്കുന്നത്. ഉമ്മയാകുന്നു ഒന്നാമത്തെ മദ്രസ. അതുകൊണ്ട് വരും നാളത്തെ തലമുറയ്ക്ക് വേണ്ടി നമുക്ക് മാറ്റിവെക്കാനുള്ള കാര്യങ്ങൾ നമ്മുടെ മക്കളെയാണ്. അതുകൊണ്ട് അവരെ നമ്മൾ നന്നായിട്ട് വളർത്തണം, നല്ലോണം ശ്രദ്ധിക്കണം, അവർക്ക് വേണ്ടി മനസ്സറിഞ്ഞ് ദ്വാരക്കണം. ഇമ്മാൻ്റെയും ബാപ്പാൻ്റെയും ദ്വാൻ്റെ അത്രേ മക്കൾക്ക് ഉപകാരം ചെയ്യുന്നൊരു ദ്വാ വേറെ ഇല്ല. മാതാപിതാക്കൾ മനസ്സറിഞ്ഞ് ദ്വാരുന്നാൽ മക്കൾക്കത് വലിയ ഗുണമാണ്. ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ ഇസ്മായിൽ അൽ ബുഖാരി റളിയല്ലാഹു അൻഹു മഹാനവർക്ക് ലഭിച്ചത് തൻ്റെ ഉമ്മയുടെ ദുആയായിരുന്നു എന്നാണ്. മൂപ്പരെ വാപ്പ ചെറുപ്പത്തിൽ മരിച്ചിട്ടുണ്ട്, ഉമ്മ ദ്വാരുന്നു. ഉമ്മാൻ്റെ ദുആ കാരണം കിട്ടിയത് 10 ലക്ഷം ഹദീസുകൾ, 10 ലക്ഷമല്ല ലക്ഷക്കണക്കിന് ഹദീസുകൾ കാണാൻ പഠിച്ചു. 4000 ഉസ്താദുമാരിൽ നിന്ന് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഇൽമു പഠിച്ചിട്ടുണ്ട് എന്നാണ്. 4000 ഉസ്താദുമാർ. ഞമ്മക്ക് മര്യാദക്ക് 4 ഉസ്താദുമാരുണ്ടോ? എന്നിട്ടല്ലേ നമ്മൾ തമ്മ് തെറ്റിയാൽ 2 ചോദ്യം ചോദിക്കുക. ഒന്ന് ബുഖാരിയിലുണ്ടോയെന്നാണ് ചോദിക്കുക. ആൾക്കാർ തമ്മ് തെറ്റിയാൽ ചോദിക്കണ പ്രധാനപ്പെട്ട 2 ചോദ്യങ്ങളാണ്. ഒന്ന് ബുഖാരിയിലുണ്ടോ എന്നാണ് അതിലത്തെ ഒരു ചോദ്യം. ഈ ബുഖാരി എന്തുകൊണ്ടാണ് നമ്മൾ തമ്മ് തെറ്റുമ്പോൾ ബുഖാരിയിലുണ്ടോ എന്ന് ചോദിക്കാൻ കാരണം ഇമാം ബുഖാരി അത്രയും പ്രാധാന്യമറിയിക്കുന്ന ഒരു മനുഷ്യനാണ് എന്നുള്ളതാണ് ആ ചോദിക്കണതിൻ്റെ കാരണം. അതുകൊണ്ട് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു 4000 ഉസ്താദുമാരുണ്ടായിരുന്നു. ഉമ്മാൻ്റെ ദുആയാണ് അതിൻ്റെ പിന്നിലെ രഹസ്യം. സഹീഹുൽ ബുഖാരിയുടെ രചന പൂർത്തിയാക്കിയതിന് ശേഷം മഹാനവറുകൾ അതിൻ്റെ പ്രകാശനത്തിന് വേണ്ടി മദീനയിലേക്ക് പോയി. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറക്കത്തിൽ വന്നിട്ട് ഇന്നണ്ട് വിളിക്കുമ്പോൾ ബുഖാരി ഏറ്റ് റൗദ ഷരീഫിൽ കയറി ചെല്ലണം. അതാണ് പ്രകാശനമായി തീരുമാനിച്ചത്. അങ്ങനെ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു മദീനയിൽ ചെന്ന് റൗദയുടെ പുറത്തൊരു സ്ഥലത്തു നിന്നു. പക്ഷേ നബി തങ്ങൾ വിളിച്ചില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. ദിവസങ്ങളോളം നിന്നു. അവസാനം വിളിച്ചിട്ടേ പോകുള്ളൂ എന്നുള്ള വാശിയായി മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം ഉറക്കത്തിൽ വന്നിട്ട് പറഞ്ഞു, എന്നാൽ ഞങ്ങൾ പോന്നാളി പറഞ്ഞു. അപ്പോൾ സഹീഹുൽ ബുഖാരി ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട് മഹാനവറുകൾ റൗദ ഷരീഫിലേക്കാണ് കയറിയതായിരുന്നു ബുഖാരിയുടെ പ്രകാശനം എന്ന് പറഞ്ഞത്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അന്ന് നിന്ന സ്ഥലത്ത് സൗദി ഗവൺമെൻറ് പിൽക്കാലത്ത് ഒരു പള്ളി ഉണ്ടാക്കി. മസ്ജിദുൽ ബുഖാരി എന്ന പേരിൽ ആ പള്ളി അറിയപ്പെടുന്നു. എന്താ വിഷയം? ഉമ്മാൻ്റെ ദുആയാണ് അതിൻ്റെ പിന്നിൽ രഹസ്യം. അതുകൊണ്ട് ഉമ്മാര് ബാപ്പാര് നല്ലോണം മനസ്സറിഞ്ഞ് മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുക. അടുത്ത തലമുറകൾക്ക് വേണ്ടി നമ്മൾ കാര്യമായി സൂക്ഷിച്ചു വെക്കുക. വളർന്നു വരുന്ന മക്കളെ അദബും ബഹുമാനവും മര്യാദയും നല്ല നല്ല ശീലങ്ങളും നമ്മൾ പഠിപ്പിക്കുക. ഓല് നല്ലവരാണ്, ഓല് മോശമൊന്നുമല്ല. കുട്ടികളൊക്കെ മോശമാണ്, ചെറുപ്പക്കാരൊക്കെ മോശമാണെന്ന് നമുക്ക് വെറുതെ തോന്നുക. റമദാൻ മാസം ആയാൽ അങ്ങാടിയിലെ പള്ളിയിൽ ഹൗലുക്ക് വെള്ളം അടിച്ചാലും തികയാത്തത് വയസ്സന്മാർ നിൽക്കരിച്ചിട്ടൊന്നുമല്ല, കുട്ടികൾ നിൽക്കരിച്ചിട്ട് തന്നെയാണ്. അതുകൊണ്ട് ഓല് മോശക്കാരല്ല, അവർ നല്ലവരാണ്. അവരെ ഉൾക്കൊള്ളാനും വിഷയങ്ങളിലേക്കൊക്കെ കൂടുതൽ അടുപ്പിക്കാനും അങ്ങനെ വലുതാക്കി കൊണ്ടുവരാനും എല്ലാ നന്മകളിലും അവരെ പങ്കു ചേർക്കാനും നമുക്ക് കഴിയുകയാണ് വേണ്ടത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അങ്ങനെ മുത്തഖീങ്ങളിൽ സ്വാലിഹീങ്ങളിൽ നമ്മളെയും നമ്മുടെ മക്കൾ, ബന്ധുക്കൾ, വേണ്ടപ്പെട്ടവർ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. ബക്കറ്റ് കൊണ്ടുവരുന്നുണ്ട്, വേഗം കൊടുന്നോളി. വയത് കയ്യിന് നിങ്ങൾ അറിയില്ല, വേഗം പിരിച്ചോളി. എല്ലാവരും കായെടുത്ത് കൈ പിടിക്കും, പൈസ എടുത്ത് കൈ പിടിക്കി കൊടുക്കണം. ദ്വാരക്കാണ്ടി അമ്മക്ക് പിരിച്ചോളി. കായ് എല്ലാവരും എടുത്ത് കൈ പിടിക്കി, എന്നിട്ട് ചെല്ലിക്കോളി. തങ്ങളെ ദ്വായുണ്ട്. പിന്നെ ചെറിയൊരു തണുപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട്. എല്ലാവരും കായ് പിടിക്കിട്ടാണ്.
ഇരുന്നൂറ് ഭക്ഷണ വിതരണം ഉണ്ട്. തങ്ങളെ ദുആ കഴിഞ്ഞതിന് ശേഷം അതൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും പോകാവൂ എന്നറിയിക്കുന്നു. എല്ലാവരും കാര്യമായിട്ട് ഇതിൻ്റെ ചെലവിലേക്ക് ഏത് കാലത്ത് നമ്മൾ ഒരു പരിപാടി നടത്തുമ്പോൾ അതിൻ്റെ ചിലവൊക്കെയുള്ളത് അവിടെ നിന്ന് ഉണ്ടാക്കലൊരു പതിവാണല്ലോ. അതിന് മൈക്കപ്പിരിവ് എന്നാണ് പറയുക. സംഗതി മൈക്കക്കാരന് മാത്രമുള്ളതല്ല. സാലിം പൈസയും പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ചായക്കായി തരുമല്ലോ, അങ്ങനെയുള്ള അതിൻ്റെ ഒരു ക്രമം. അപ്പോൾ അതിനൊക്കെ അനുസരിച്ച് ഇട്ടാളി ആ ബക്കറ്റിൽ നിന്ന്. അതാണ് ഇപ്പോൾ ഈ പറഞ്ഞതിൻ്റെ ചുരുക്കം. മൈക്കൊക്കെ ഉള്ളതല്ലേ എന്ന് ചോദിച്ചാണ്ട് ചെറിയ പൈസ ഇട്ടാണ്ട് ഷിപ്പാക്കരുത്. കാര്യമായിട്ട് എന്തെങ്കിലുമൊക്കെ കൊടുത്താൽ വേറെ അവിടെ പിരിവൊന്നും കാണാനില്ല. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ മേടിച്ചിട്ടുണ്ടാവും. എന്നാലും കൂടിയിട്ട് എന്തായാലും കാര്യമായിട്ട് കൊടുക്കുക. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. പറഞ്ഞതും കേട്ടതൊക്കെ അള്ളാഹു സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ. അറിഞ്ഞോ അറിയാതെയും വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളെയും അള്ളാഹു വിട്ടുപുറത്ത് മാഫാക്കി തരട്ടെ. ഈ പരിപാടി സംഘടിപ്പിക്കുന്നതിന് വേണ്ടി അധ്വാനിച്ചിട്ടുള്ള ആളുകൾ, ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും സമ്പത്ത് കൊണ്ടും അധ്വാനിച്ചവർ, അള്ളാഹു അവർക്കൊക്കെ വലിയ കൂലി നൽകട്ടെ. ഭക്ഷണം നൽകിയവർക്ക് സ്വർഗീയമായ ഭക്ഷണം നൽകട്ടെ. ബക്കറ്റിലും അല്ലാതെയും സഹായിച്ച ആളുകളുടെ എല്ലാ മുറാദുകളെയും അള്ളാഹു ഹാസിലാക്കട്ടെ. രോഗികൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അവർക്കും നമുക്കും അള്ളാഹു പരിപൂർണമായ ശിഫ നൽകട്ടെ. മരണപ്പെട്ടു പോയവരുടെ ഖബർ അള്ളാഹു സ്വർഗമാക്കി കൊടുക്കട്ടെ. സ്ത്രീകൾ ധാരാളം വന്നിട്ടുണ്ട്. അവരുടെ ഖൽബിൻ്റെ മുറാദുകളെ അള്ളാഹു ഹാസിലാക്കട്ടെ. വിധവകൾക്ക് സബർ നൽകട്ടെ. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകട്ടെ. കുട്ടികൾ ധാരാളമുള്ള സദസ്സാണ്. അവരുടെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മുടെ ദുആ കബൂൽ ചെയ്യട്ടെ. ലൈറ്റും ശബ്ദവും പന്തലും എല്ലാം ഏർപ്പാട് ചെയ്തവർക്ക് അള്ളാഹു ബറക്കത്ത് നൽകട്ടെ. ക്യാമറയും മറ്റു സൗകര്യങ്ങളൊക്കെ ഏർപ്പെടുത്തിയവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ബറക്കത്ത് നൽകട്ടെ. ഈ സ്കൂൾ ഈ പരിപാടിക്ക് വേണ്ടി അനുവദിച്ചു തന്ന ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല വലിയ തൗഫീഖിനെ പ്രദാനം ചെയ്യട്ടെ. ആമീന ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. എല്ലാവരും ദുആ ചെയ്യണം. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇതുപോലുള്ള പ്രഭാഷണങ്ങൾക്കും ക്ലാസുകൾക്കും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. നിങ്ങൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിച്ചേക്കും.